ഹലോ ഓൾ, വെൽക്കം ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 8 എൻട്രി മോഡൽസാണ്. SMCയിൽ 8 എൻട്രി മോഡലാണ് ഉള്ളത്. സോ ഇത് ഒരുപക്ഷെ നമ്മളുടെ ട്രേഡിംഗ് ജേണിയിൽ പലപ്പോഴും ഇത് ഇങ്ങനെ 8 എണ്ണം അതുപോലെ തന്നെ മൈൻഡിൽ സെറ്റ് ചെയ്ത് അത് കറക്റ്റ് ക്യാച്ച് ചെയ്യാൻ കഴിയൽ അപൂർവമാണ്. എനിവേ നിങ്ങളിതിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് അതിൻ്റെ രീതികളെന്ന്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ എൻട്രി മോഡൽ പറയുന്നതിൻ്റെ ഫസ്റ്റ് നമ്മൾ പറയേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ സ്ട്രക്ചർ മാപ്പിംഗ് പഠിച്ച് അതോടൊപ്പം അതിൻ്റെ സപ്പോർട്ടായിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വരികയാണ്. അപ്പോൾ എൻട്രി ചെയ്യേണ്ടത് എവിടെ നിന്നാണ് എന്ന് നമ്മൾ പറഞ്ഞു. നമ്മളുടെ POIയിൽ നിന്നാണ് നമുക്ക് എൻട്രി. നമ്മുടെ POI എന്തൊക്കെയാണെന്നുള്ളത് പ്രീവിയസ് വീഡിയോസ് പോയി നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അപ്പോൾ ഒരു POI ഇപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ മാർക്കറ്റ് ആക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത് ശരിക്കും SMC പ്രകാരം അതിൽ ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും എൻട്രി ഇല്ല. അതിൽ എൻട്രി നമ്മളത് കൺഫർമേഷൻ കിട്ടിയിട്ടാണ് എൻട്രി. അതിന് കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട്. ആ ക്രൈറ്റീരിയ ഞാൻ പറയാം. ആദ്യം നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത ഒരു ട്രേഡ് തന്നെ ഇപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ട്രേഡ് നമ്മൾ മാർക്ക് ചെയ്ത് നമുക്ക് ഇവിടെ നിന്ന് ഒരു എൻട്രി ഉണ്ട് എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് നമ്മളുള്ളത്. സോ ഇത് നമ്മുടെ ഒരു POI ആണ്. ആ POI ഞാനിപ്പോൾ POI എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, 4 ഹവറിൻ്റെ സോ ഇതൊരു POI ആണ്. ഈ POIയിൽ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതിപ്പോൾ എത്ര ടൈം ഫ്രെയിമിൻ്റെ ആയാലും, 1 ഡേൻ്റെ ആണെങ്കിലും 4 ഹവറിൻ്റെ ആണെന്നുണ്ടെങ്കിലും 1 ഹവറിൻ്റെ ആണെങ്കിലും എങ്ങനെ ഇത് ഫിൽറ്റർ ചെയ്ത് ചെറുതാക്കണം എന്നുള്ളത് ഓർഡർ ബ്ലോക്കിൻ്റെ കേസിൽ നമ്മൾ നോക്കി. നമുക്ക് അതിൽ നിങ്ങളുടെ ലൈവായിട്ടുള്ള ട്രേഡിൽ നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ റിഫൈൻ ചെയ്തത് ശരിയാണോ ശരിയല്ല, ഇനി എത്രമാത്രം നിങ്ങൾക്ക് റിഫൈൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതൊക്കെ. അപ്പോൾ ഇതിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ഒരു സമയത്ത് ഇപ്പോൾ 4 ഹവറിൻ്റെ മാർക്കറ്റിൻ്റെ ഒരു POI ഏരിയയിൽ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്യുമ്പോൾ നമ്മളിത് നേരെ സ്വിച്ച് ചെയ്യേണ്ടത് 1 മിനിറ്റിലേക്കാണ്. SMC പ്രകാരം അത്രയും റിഫൈൻ ചെയ്തിട്ടുള്ള ഒരു എൻട്രി സ്റ്റൈലാണ് SMCയിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് SMCക്ക് ഇത്ര ഇമ്പോർട്ടൻസും. അപ്പോൾ നമ്മളൊരു 1 മിനിറ്റിലേക്ക് ഇത് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് ഇവിടെ ആക്ച്വലി നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോഴാണ് നമുക്ക് എൻട്രിനെ കുറിച്ച് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. മാർക്കറ്റ് ഇവിടെ വന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ഈ ഒരു കണ്ടീഷനിൽ മാർക്കറ്റിന് നമ്മൾ ഫസ്റ്റ് ഇവിടെ നമ്മളുടെ POIയിൽ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ POIയിൽ നിന്ന് റിവേഴ്സാണ് ട്രേഡ് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ മാർക്കറ്റ് വലിയ ടൈം ഫ്രെയിമിൽ കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റീടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ POI. ഇനി ഒരു മാർക്കറ്റ് ഒരു ഏരിയയിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ എന്തൊന്നാണോ നമ്മുടെ സ്ട്രക്ചർ പ്രകാരം ഒരു POI ആയിട്ട് വരിക, ആ POIയിൽ നിന്ന് നമ്മളൊരു ട്രേഡ് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ 1 മിനിറ്റിൽ വന്നിട്ട് അവിടെ നമ്മൾ സ്ട്രക്ചർ മാപ്പ് ചെയ്യുകയാണ്. എങ്ങനെ? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ സ്ട്രക്ചർ മാപ്പ് ചെയ്യുമ്പോൾ നമ്മളിവിടെ IDM എന്താണെന്ന് നമുക്കറിയാം. സോ നമ്മളിവിടെ 1 മിനിറ്റിലുള്ള IDM മാർക്ക് ചെയ്യുകയാണ്. ഓക്കെ, ഈ 1 മിനിറ്റിലുള്ള IDM ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം മാർക്കറ്റിൽ ഇതിൻ്റെ മുകളിൽ, അതായത് നമ്മളുടെ POI ശ്രദ്ധിച്ച് കേൾക്കണം, POIയിൽ ടാപ്പ് ചെയ്ത സമയത്തുള്ള സ്ട്രക്ചർ മാപ്പിംഗ് ആണ് ഇനി നമ്മൾ പറയുന്നത്, എൻട്രിക്ക് വേണ്ടിയിട്ടുള്ള സ്ട്രക്ചർ മാപ്പിംഗ്. സോ നമ്മൾ 1 മിനിറ്റിൽ സ്വിച്ച് ചെയ്തു. ഇനി നമ്മളിവിടെ ലാസ്റ്റ് പുൾ ബാക്ക്, നമുക്ക് ഇത് IDM അല്ല, നമുക്കിവിടെ വേണ്ടത് മാർക്കറ്റ് തിരിച്ചു പോവുകയാണ്. അതായത് നമ്മുടെ POIനെ ഇത് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ വേണ്ടത് നമുക്ക് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറാണ്. സോ നമ്മൾ ലാസ്റ്റ് പുൾ ബാക്കിനെ നമ്മൾ IDM എന്ന് വിളിക്കുന്നതിന് പകരം വാലിഡ് ആയിട്ടുള്ള പുൾ ബാക്ക് ആയിരിക്കണം. ഇതിലൊരുപാട് മാർക്കറ്റ് ഇങ്ങനെ ട്രാപ്പ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു ഏരിയയാണ് ഈ POIസിൻ്റെ ഏരിയ. അതുകൊണ്ട് വളരെയധികം വിജിലൻ്റ് ആയിരിക്കണം ഈ ടൈമിൽ. ഇവിടെ നമ്മൾ ഈ ഒരു പുൾ ബാക്കിന് നമ്മൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് പറയാം. സോ ഇവിടെ നമ്മൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ മാർക്ക് ചെയ്ത്, എന്താ ചേഞ്ച് ഓഫ് ക്യാരക്ടറിൻ്റെ നിബന്ധനകൾ? അതിൻ്റെ മേലെ ക്ലോസ് തരണം. സോ അങ്ങനെ മാർക്കറ്റ് ഇവിടെ ക്ലോസ് തന്നാൽ, നമ്മളെ POI ടാപ്പ് ചെയ്തു, 1 മിനിറ്റിൽ പോയി ക്ലോസ് തന്നു.
ഈ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് മാർക്കറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിരിക്കണം. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ഈ POIനെ ഒന്നും കൂടി ലൈറ്റർ ഷെയ്ഡിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി നിങ്ങൾക്ക് വ്യക്തത കിട്ടുന്നുണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ സൂം ചെയ്ത് നമ്മൾ നോക്കുകയാണ്. ഇവിടെ ലാസ്റ്റ് IDM എന്നുള്ളത് ചേഞ്ച് ഓഫ് ക്യാരക്ടറായിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. സോ ഞാനിവിടെ ഡൗട്ട് വരാതിരിക്കാൻ IDM എന്ന് എഴുതുന്നുണ്ട്. ഓക്കെ, സോ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ വീണ്ടും കാണാം. അപ്പോൾ ഇത് ചേഞ്ച് ഓഫ് ക്യാരക്ടറായിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുക. അതിന് ശേഷം മാർക്കറ്റ് ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഇവിടെ മാർക്കറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെ ഒരു FEG തന്നിട്ടുണ്ട്, പക്ഷേ ഇത് ഒരു ഇൻസൈഡ് ബാറാണ്. ഓക്കെ, അല്ലാത്ത പക്ഷം ഇവിടെ FEG ഇല്ല. ശേഷം ഇവിടെ ഒരു FEG തന്നിട്ടുണ്ട്. സോ ഇതൊരു നല്ല ഡിസ്പ്ലേസ്മെൻറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. നല്ല ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് മാർക്കറ്റ് ടാപ്പ് ചെയ്യാൻ ഇപ്പോൾ ഇവിടെ കണ്ടോ 1 2 3 ഇങ്ങനെ FEGs തന്നിട്ടുണ്ട്. സോ അതുപോലെ മൂവ് ചെയ്യുന്നതാണ് നമുക്ക് നല്ല രീതിയിൽ അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ മാർക്കറ്റിൽ അവിടെ ഓർഡേഴ്സ് ഫില്ലായിട്ട് മാർക്കറ്റ് അവിടെ നിന്ന് നമ്മൾ പറയാറുള്ള തെറിച്ചു പോകണം. അതായത് മാർക്കറ്റിന് അവിടെ നിൽക്കാൻ പറ്റരുത്. അത്ര കണ്ടിട്ട് അതിനെ ഇപ്പോൾ വാങ്ങുന്നതാണെന്നുണ്ടെങ്കിൽ വാങ്ങിക്കൂട്ടാൻ ആൾക്കാർ വേണം. ഓക്കെ, വിൽക്കുന്നതാണെന്നുണ്ടെങ്കിൽ വിറ്റ് കളയാനുള്ള വോളിയം അവിടെ വേണം. അപ്പോൾ അത്രയും വോളിയത്തിൽ ഇത് പമ്പ് ചെയ്യപ്പെടുമ്പോൾ നമ്മൾ ഒരിക്കലും ഈ താഴെ വരുന്ന വോളിയത്തിനെ നോക്കരുത്. അതല്ല ഇതിന് മാനദണ്ഡം. ഓക്കെ, താഴെയുള്ള വോളിയം നിറയെ ഉണ്ടോ, അത് കുറവാണോ, അതൊക്കെ ഓരോരോ ബ്രോക്കറെ സംബന്ധിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. മാർക്കറ്റ് നമുക്കറിയാം പല ബ്രോക്കേഴ്സിലാണ് ഇത് ട്രേഡ് നടക്കുന്നത്, അല്ലാണ്ട് ഒരു സ്ഥലത്തല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ബ്രോക്കറിൽ എത്ര കണ്ട ആൾക്കാരുണ്ടോ അതിനനുസരിച്ചിട്ടായിരിക്കും അവിടെ ട്രേഡ് നടക്കുക, അവിടെ വോളിയം കാണുക. നമ്മൾക്ക് വേണ്ടത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അവിടെ വോളിയം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഡിസ്പ്ലേസ്മെൻറ്റിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. ഇനി ഭാവിയിൽ നമ്മൾ വോളിയോമെട്രിക് ഒക്കെ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ താല്പര്യമുള്ളവർക്ക് അതിലേക്ക് പോകുമ്പോൾ അതൊക്കെ കുറച്ചും കൂടി ഇൻഡെപ്ത് മനസ്സിലാവും. എനിവേ സിമ്പിളായിട്ട് ഇങ്ങനെ മനസ്സിലായാൽ മതി. അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് മസ്റ്റാണ്. ഡിസ്പ്ലേസ്മെൻറ്റിന് ശേഷം ഇവിടെ നമുക്കൊരു ഓർഡർ ബ്ലോക്ക് വേണം. അതായത് POIയിലുള്ള ഓർഡർ ബ്ലോക്ക്. ഇവിടെ ഉള്ള ഓർഡർ ബ്ലോക്ക് ഏതാണ്? ഇതാണ്. കാരണം എന്താ? മറ്റേത് ഇൻസൈഡ് ബാർ ആണ്, അവിടെ ഓർഡർ ബ്ലോക്ക് ഇല്ല, FEG ഇല്ല, അതുകൊണ്ട് തന്നെ അത് ഓർഡർ ബ്ലോക്ക് അല്ല. ഇവിടെ മാർക്കറ്റ് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? മാർക്കറ്റ് ഈ FEGയോട് കൂടിയിട്ടുള്ള ഈ POIൻ്റെ ഉള്ളിലുള്ള ക്യാൻഡിലിനെ വന്ന് മാർക്കറ്റ് ടാപ്പ് ചെയ്തു, ഓർഡർ ബ്ലോക്കിനെ ടാപ്പ് ചെയ്തു, മാർക്കറ്റ് മുകളിലേക്ക് പോയി. സോ ഇവിടെ നമ്മൾ എൻട്രി പ്ലാൻ ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ ഒരു ലോങ് എൻട്രി പ്ലാൻ ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ടാർജറ്റും SLഉം. സോ ഇവിടെ നമ്മൾ 1:3 പ്ലേസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, മാർക്കറ്റ് എന്താ ഉണ്ടായിരിക്കുന്നത് കാണാം. മാർക്കറ്റ് ഇവിടെ 1:3 തന്നിട്ടില്ല. മാർക്കറ്റ് വീണ്ടും ഈ ഒരു ഏരിയനെ റെസ്പെക്റ്റ് ചെയ്തിട്ട് മാർക്കറ്റ് താഴത്തേക്ക് പോവുകയാണ് ചെയ്തിരിക്കുന്നത്. മാർക്കറ്റ് ഇവിടെ തന്നിരിക്കുന്നത് 1:2 ആണ് തന്നിട്ടുള്ളൂ. ഓക്കെ, എനിവേ ഇത് ഫെയിലിയറായി. ഓക്കെ, നെക്സ്റ്റ് വീണ്ടും മാർക്കറ്റ് ഇവിടെ വന്ന് ടാപ്പ് ചെയ്തു. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു? ഈ ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് വീണ്ടും ഗ്രാപ്പ് ചെയ്തു. കാരണം POI വലുതാണ്, വലിയൊരു ഏരിയ ഉണ്ട് POIക്ക്. സോ വീണ്ടും ഇവിടെ വന്ന് ടാപ്പ് ചെയ്തു. മാർക്കറ്റ് എന്താ ചെയ്തത്? ഈ ഒരു ലെഗിൽ നിന്ന് നമുക്ക് ട്രേഡ് എടുക്കാൻ വകുപ്പുണ്ടോ? കാരണം ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻറ്റേർണൽ സ്ട്രക്ചറിലാണ് തന്നിരിക്കുന്നത്. ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇല്ല. പിന്നെ ഇവിടെ ഒരു IDMനെ മാർക്കറ്റ് ഉണ്ടാക്കിയിട്ടില്ല, അത് ചേഞ്ച് ഓഫ് ക്യാരക്ടർ സംഭവിച്ചിട്ടില്ല. സോ ഇവിടെ അതിനുള്ളൊരു പോസിബിലിറ്റി ഇല്ല. ഓക്കെ, ശേഷം ഈ ഒരു ലോ ആണ് മാർക്കറ്റ് വീണ്ടും ഉണ്ടാക്കിയത്. അപ്പോൾ ഈ ഒരു ലോ ഉണ്ടാക്കിയ സമയത്ത് മാർക്കറ്റ് എന്ത് ചെയ്തു? ഇവിടെയും മാർക്കറ്റ് ഫസ്റ്റ് സ്ട്രെച്ചിൽ ഇവിടെ ഒരു ചെറിയ ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്. എന്നാലും ഡിസ്പ്ലേസ്മെൻറ്റ് കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് മാർക്കറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് വന്നിരിക്കുന്നത്. ഇത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ മാർക്കറ്റ് ഇവിടെ ഈ ഒരു IDMൻ്റെ മേലെ ക്ലോസ് ഉണ്ട്. IDM ഇത് ഇവിടെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. ചെറിയ മിസ്റ്റേക്ക് പോലും നമ്മളെ ട്രാപ്പ് ചെയ്യും.
സി ഇവിടെ ഒരു IDM സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, ആ IDMന് മേലെ ക്ലോസ് വന്നിട്ടുണ്ട് മാർക്കറ്റ്. അതിനുശേഷം POIയിലുള്ള ഓർഡർ ബ്ലോക്ക് ഏതാണ് വരിക? ഇതാണ് വരിക. പക്ഷേ ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഈ ട്രേഡ് ഇതുപോലെ എടുക്കാൻ പ്ലാൻ ചെയ്യില്ല. എല്ലാ ട്രേഡുകളും കിട്ടും എന്ന് വിചാരിക്കരുത്. എല്ലാ സ്ഥലത്തും എൻട്രിയുടെ സ്റ്റൈല് 8 എന്ന് പറഞ്ഞതുപോലെ അത് ഡിഫറെൻ്റ് ആണ്, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. അതുപോലെ തന്നെ എല്ലാ സൈഡും നമുക്ക് എൻട്രിക്ക് ട്രൈ ചെയ്യാനേ പറ്റുള്ളൂ. ഓക്കെ, ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓർഡർ ബ്ലോക്കിനെ മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ നമുക്കിവിടെ എൻട്രി ഇല്ല. ഇനി ഇവിടെ എൻട്രി ഉണ്ടാവാൻ പോകുന്ന ഓരോ സാഹചര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. എനിവേ മാർക്കറ്റ് ഇവിടെ ഈ ഒരു FEGയിൽ ടാപ്പ് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോയി. അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു? മാർക്കറ്റ് കണ്ടിന്യൂസ് മുകളിലേക്ക് പോവുകയാണ്. ഈ ഒരു സമയത്ത് മാർക്കറ്റ് ഇവിടെയൊക്കെ IDM ഉണ്ടാക്കിയിട്ടുണ്ട്, അതായത് പുൾ ബാക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊന്നും വീണ്ടും വന്ന് മാർക്കറ്റ് ഗ്രാബ് ചെയ്തിട്ടില്ല. ഇവിടെയാണ് മാർക്കറ്റ് ഒരു IDMന് താഴെ ക്ലോസ് തരുന്നത്. ഓക്കെ, ക്ലോസ് തന്നതിന് ശേഷം മാർക്കറ്റ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഓർഡർ ബ്ലോക്ക് വരെ വന്നിട്ടില്ല. ഓക്കെ, കാരണം ഇവിടെ വലിയൊരു FEG ഉണ്ട്. അതുപോലെ തന്നെ IDMൻ്റെ തൊട്ട് താഴെയുള്ള ക്യാൻഡിൽ ഇതാണ്. ഇതിന് ഓൾറെഡി IDMൻ്റെ താഴെ ക്ലോസ് ചെയ്യുമ്പോൾ തന്നെ അത് ടാപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ഏരിയ മൊത്തത്തിൽ പ്ലാൻ ചെയ്തിട്ടൊന്നും നമ്മൾ ട്രേഡ് എടുക്കില്ല. ഓക്കെ, അങ്ങനെയുള്ള ട്രേഡ് എന്തായാലും കിട്ടണം എന്നുള്ള മൈൻഡ് സെറ്റൊന്നും നമുക്കില്ല. ഇനി നമുക്ക് ഇപ്പോൾ ഒരു സ്റ്റൈൽ ഞാൻ പറഞ്ഞു. ഇനി ഇത് വർക്കൗട്ടായിട്ടുള്ള ഏരിയകൾ നമ്മളിങ്ങനെ സൂം ചെയ്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ ഒരു സ്റ്റൈലിലാണ് നമ്മൾ ഫസ്റ്റ് എൻട്രി പ്ലാൻ ചെയ്യുക. ഇനി ഞാൻ പറയാൻ പോകുന്നത്, നമുക്കിവിടെ ഒരു PDF ഉണ്ട്. നമുക്കിവിടെ ഒരു PDF ഉണ്ട്. ആ PDFൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞാനത് ഒന്നുകൂടി ഒന്ന് സൂം ചെയ്യാം. നമ്മൾ പറഞ്ഞതുപോലെ എൻട്രി സ്കീം ഫസ്റ്റ് ഉള്ള ഒരു രീതിയാണ് ഞാൻ പറയുന്നത്. ഇത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ ഈ എൻട്രി എടുക്കുന്ന സമയത്ത് നമ്മളുടെ സ്റ്റോപ്പ് ലോസും അതുപോലുള്ള കാര്യങ്ങളും കറക്റ്റ് ആയില്ലെങ്കിൽ ഈസി ആയിട്ട് സ്റ്റോപ്പ് ലോസ് അടിച്ചു പോകും. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇത്രയും റിഫൈൻ ചെയ്ത് വരെ എൻട്രി എടുക്കാം എന്നുള്ളതാണ് ഈ എൻട്രിയുടെ മോഡലിൽ നമ്മൾ പഠിക്കുന്നത്. എൻട്രി ഇങ്ങനെ തന്നെയാണ് എടുക്കേണ്ടത്, യാതൊരു സംശയവുമില്ല. നല്ല നല്ല എൻട്രീസ് കിട്ടും, ചെറിയ സ്റ്റോപ്പ് ലോസിൽ നല്ല ട്രേഡ് കിട്ടും, നോ ഡൗട്ട്. പക്ഷേ ഇത് വർക്കാവുന്ന സ്റ്റൈല് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് മാർക്കറ്റിൽ നിങ്ങൾക്ക് എപ്പോഴും, ഇപ്പോൾ എനിക്കൊക്കെ സംഭവിച്ചിട്ടുള്ള അബദ്ധങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാർക്കറ്റിൽ ആദ്യം ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ നമ്മളെന്ത് ചെയ്യും, അത് ചാടി കയറി എൻട്രി എടുക്കും. ലൈവ് മാർക്കറ്റിലായിരിക്കും നമ്മൾ ഉണ്ടാവുക. അതിന് ശേഷം ഉണ്ടാകുന്ന ലെഗ് നമ്മളെന്ത് ചെയ്യും, വീണ്ടും സ്റ്റോപ്പ് ലോസ് എടുക്കും. പിന്നെ അതിന് ശേഷം ലെഗ് വീണ്ടും ഉണ്ടായി വീണ്ടും സ്റ്റോപ്പ് ലോസ് എടുക്കുന്ന രീതികളൊക്കെ ഇഷ്ടംപോലെ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ ഈ ക്രൈറ്റീരിയകളെല്ലാം മാർക്കറ്റിൽ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. ഫസ്റ്റ് ഡിസ്പ്ലേസ്മെൻറ്റ്, സെക്കൻഡ് IDMൻ്റെ മേലെ ക്ലോസ്, അതായത് ചേഞ്ച് ഓഫ് ക്യാരക്ടർ സംഭവിക്കുക 1 മിനിറ്റിൽ. ഓക്കെ, അതുപോലെ തന്നെ മാർക്കറ്റ് തിരിച്ചു വന്ന് ഫസ്റ്റ് ഓർഡർ ബ്ലോക്കിന്, അതായത് POIയിലുള്ള ഓർഡർ ബ്ലോക്കിനെ റെസ്പെക്റ്റ് ചെയ്യുക. സോ ഇവിടെ നോക്കി നോക്കൂ, ഇവിടെ ഈ പറഞ്ഞതുപോലെ തന്നെ റീസെൻ്റ് ആയിട്ടുള്ള പുൾ ബാക്കിനെ മാർക്കറ്റ് വന്നു, ക്ലോസ് വന്നു. സോ അത് നമ്മൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് വിളിച്ചു. അതിനുശേഷം ഇവിടെ ഒരു സ്വിങ് ഉണ്ടായി, അതായത് മുകളിലേക്ക് ഒരു പുൾ ബാക്ക് ഉണ്ടായി. ആ പുൾ ബാക്കിനെ നമ്മൾ തിരിച്ച്, ആ ഒരു പുൾ ബാക്ക് ഉണ്ടായപ്പോൾ അതെന്തായി, IDM ആയിട്ട് മാർക്ക് ചെയ്തു. ആ IDM ആയി മാർക്ക് ചെയ്തതിന് ശേഷം എന്തുണ്ടായി, മാർക്കറ്റ് ഇവിടെ OBയിൽ ടാപ്പ് ചെയ്തു, താഴത്തേക്ക് പോയി. അപ്പോൾ ഇതുപോലെ ഈ OBയിൽ നിന്നാണ് നമ്മളുടെ എൻട്രി. ഈ OB POIനോട് ചേർന്നിട്ടുള്ളതോ POIൻ്റെ ഉള്ളിലോ ആയിരിക്കണം. ഓക്കെ, ഇനി ഞാൻ ഫസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത സ്ഥലത്ത് എന്താണ് മിസ്മാച്ച്, ഇങ്ങനെ നമുക്ക് എന്തുകൊണ്ട് അത് 1:3 അല്ലെങ്കിൽ അത് ഇങ്ങനെ മുകളിലേക്ക് പോവില്ല എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് വീണ്ടും അവിടെ തന്നെ ഒന്ന് പോയിട്ട് ഇതൊന്ന് നോക്കി നോക്കാം.
ഇവിടെ നമ്മൾ മിസ് ചെയ്തിട്ടുള്ള കാര്യം IDM ഉണ്ടോ എന്ന് നമ്മൾ നോക്കിയില്ല. സി മാർക്കറ്റ് ഇവിടെ ഹൈ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഈ ലൈനിൽ നമ്മൾ മിസ് ചെയ്ത ഒരു സംഗതി, ഇവിടെ IDM ഇല്ല. അതായത് ഇത് ശ്രദ്ധിക്കണം കേട്ടോ നല്ലോണം. മാർക്കറ്റ് ഇവിടെ ടാപ്പ് ചെയ്തു. ഓക്കെ, റീസെൻ്റ് ആയിട്ടുള്ള പുൾ ബാക്ക് ഇതാണ്. അപ്പോൾ ഞാനിതൊന്ന് വരഞ്ഞിടുന്നുണ്ട്. ഓക്കെ, റീസെൻ്റ് ആയിട്ടുള്ള പുൾ ബാക്ക് ഇങ്ങനെയാണ് നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇവിടെ നിന്ന് മാർക്കറ്റ് IDMന് മുകളിൽ ക്ലോസ് തന്നു. പക്ഷേ ഇവിടെ ഒരു IDM മാർക്കറ്റ്, അതായത് പുൾ ബാക്ക് മാർക്കറ്റ് ഉണ്ടാക്കിയിട്ടില്ല. ഈ ഒരു ഹൈ ഉണ്ടാക്കിയപ്പോൾ ഇതൊരു ഇൻറ്റേർണൽ ആയിട്ടുള്ള ക്യാൻഡിലാണ്. മാർക്കറ്റിൻ്റെ പുൾ ബാക്ക് ഇതാണ്. സോ ഇവിടെ നമ്മൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം, മാർക്കറ്റ് ഇതിൻ്റെ താഴെ വന്ന് ടാപ്പ് തരുമ്പോഴേ എന്തുള്ളൂ, നമുക്ക് ഇവിടെ നിന്നൊരു എൻട്രി ഉള്ളൂ. പക്ഷേ മാർക്കറ്റ് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി ഇവിടെ ഉള്ള ഈ ഒരു OBനെ ഓൾറെഡി മാർക്കറ്റ് ടാപ്പ് ചെയ്തു. ഈ 1 മിനിറ്റിൻ്റെ ഓൾറെഡി ഈ ഒരു OBനെ ടാപ്പ് ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണ് ചെയ്തത്. സോ ഇവിടെ നമ്മൾ മിസ് ചെയ്തിട്ടുള്ള ഒരു ഫാക്ടർ, ഈ OBനെ ടാപ്പ് ചെയ്യുന്നതിന് മുമ്പ് മാർക്കറ്റ് ഒരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇതുപോലെയുള്ള ചെറിയ മിസ്റ്റേക്ക് കൊണ്ട് തന്നെ നമ്മൾ ഈ എൻട്രിയിൽ കയറും, ഇത് SL അടിക്കും. ഓക്കെ, ഇവിടെ അത് തന്നെയാണ് സംഭവിച്ചത്. ഇനി നമുക്ക് എന്ത് നോക്കാം, ഇതിപ്പോൾ ഓൾറെഡി ഈ OB ടാപ്ഡ് ആണ്. ഓക്കെ, ഇതിനെ വീണ്ടും വന്ന് മാർക്കറ്റ് ഗ്രാബ് ചെയ്തു. ഇവിടെ ഗ്രാബ് ചെയ്തപ്പോഴും എന്താ സംഭവിച്ചത്, നമ്മൾ പറഞ്ഞു IDM സംഭവിച്ചിട്ടില്ല. സോ നമ്മൾ ഈ ഒരു പാറ്റേൺ കൃത്യതയോടുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളിവിടെ നിന്ന് മാർക്കറ്റ് ഇങ്ങനെ ഡിസ്പ്ലേസ്മെൻറ്റ് തന്നു എന്ന് കരുതിയിട്ടോ, IDMൻ്റെ മേലെ ക്ലോസ് തന്നു എന്ന് കരുതിയിട്ടോ, ഇവിടെ ഈ പാറ്റേൺ കൃത്യമല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും എൻട്രിക്ക് മുതിരരുത്. സോ ജസ്റ്റ് ഒരു മിസ്റ്റേക്ക് മതി, എല്ലാം കയ്യിൽ നിന്ന് പോകും. ഇതിപ്പോൾ 1:2 റിസ്ക് റിവാർഡിൽ ട്രേഡ് നടന്നിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ നടക്കാൻ യാതൊരുവിധ ഉറപ്പും ഇല്ല. ശരിക്കും ഇതുപോലെ കറക്റ്റായിട്ടുള്ള ഒരു എൻട്രി കിട്ടുകയാണെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് നമുക്ക് ഇത്രയും ചെറിയ സ്റ്റോപ്പ് ലോസിൽ മാർക്കറ്റ് എന്തുണ്ടാവും, നല്ല രീതിയിൽ പമ്പ് ചെയ്യും. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ 1:10 1:20 ഒന്നൊരു വിഷയമേ ആയിരിക്കില്ല മാർക്കറ്റിന്. അത് ഞാൻ നിങ്ങൾക്ക് വരും ഇതിൽ കാണിച്ചു തരാം. ഇനി നെക്സ്റ്റ് ഒരു സ്റ്റേജ് ഉള്ളത്, ഇവിടുത്തെ കേസ് നമ്മൾ പറഞ്ഞു, ഇവിടെ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തിട്ടില്ല. ഇവിടെ ഈ പറഞ്ഞതുപോലെ IDM ഉണ്ടാക്കിയിട്ടുണ്ട്. IDM ഉണ്ടാക്കിയതിന് ശേഷം ഇതൊരു വലിയ ക്യാൻഡിലാണ് എന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ ഇത്രയും വലിയ ക്യാൻഡിൽ നിന്നൊന്നും എൻട്രി പ്ലാൻ ചെയ്യില്ല എന്നും നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ട ഒരു കേസ്, എൻട്രിയുടെ നെക്സ്റ്റ് സ്റ്റേജ്, അതായത് ഇതുപോലെയുള്ള ഓർഡർ ബ്ലോക്കിനെ വന്ന് ടാപ്പ് ചെയ്യാത്ത കണ്ടീഷൻസ്. ഇവിടെ ഓൾറെഡി ഇവിടെ ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഇത് FEGനെ ടാപ്പ് ചെയ്ത് പോയിരിക്കുകയാണ്. ഓർഡർ ബ്ലോക്ക് വരെ മാർക്കറ്റ് വന്നിട്ടില്ല. ഇങ്ങനെയുള്ള സാഹചര്യം നെക്സ്റ്റ് എൻട്രി മെത്തേഡ് എന്താ നോക്കാം. ഇവിടുത്തെ നമ്മുടെ എൻട്രി മെത്തേഡ് സെക്കൻഡ് വണ്ണ്, ഇവിടെ ഈ നെക്സ്റ്റ് ഒരു ടേമിൽ പറയുന്നത്, മാർക്കറ്റ് ഇതുപോലെ തന്നെ IDM ഉണ്ടാക്കിയിട്ട്, അതായത് ഒരു പുൾ ബാക്ക് ഉണ്ടാക്കി മാർക്കറ്റ് POനെ ടാപ്പ് ചെയ്തു. അവിടെ നിന്ന് മാർക്കറ്റ് തിരിച്ചു വന്നിട്ട് അതിൻ്റെ താഴെ ക്ലോസ് വന്നതിന് ശേഷം മേലെ ഒരു ലിക്വിഡിറ്റി ഉണ്ടാക്കി. ഈ ലിക്വിഡിറ്റിക്ക് മേലെ ഓർഡർ ബ്ലോക്ക് ഉണ്ട് നിലവിൽ. പക്ഷേ ഓർഡർ ബ്ലോക്കിനെ മാർക്കറ്റ് ടാപ്പ് ചെയ്തില്ല. മാർക്കറ്റ് എന്ത് ചെയ്തു, ഈ IDMനെ എന്ത് ചെയ്തു, സ്വീപ്പ് ചെയ്തു. അതായത് ലിക്വിഡിറ്റി ഗ്രാബ് നടന്നു. സോ ഒരു പുൾ ബാക്ക് ഉണ്ടായിട്ടുണ്ട്. ആ പുൾ ബാക്കിനെ മാർക്കറ്റ് ഗ്രാബ് ചെയ്യുകയാണ് ചെയ്തത്. ആ ഗ്രാബ് ചെയ്തത് ഒരു IFSC ക്യാൻഡിലായിട്ട് നമ്മൾ മാർക്ക് ചെയ്യും. അതായത് ഇവിടെ ഗ്രാബ് നടന്നതുകൊണ്ട് അതൊരു ഓർഡർ ബ്ലോക്ക് ആണെങ്കിൽ അതിനെ മാർക്കറ്റ് വീണ്ടും ടാപ്പ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് മൂവ് ചെയ്യും. ഓക്കെ, ഇതാണ് സെക്കൻഡ് ടൈം. സോ ഈ കണ്ടീഷൻസ് ഒക്കെ വിത്ത് ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കണം. അപ്പോഴാണ് നമുക്ക് നെക്സ്റ്റ് ഒരു എൻട്രി മോഡൽ. അപ്പോൾ ഞാൻ നേരത്തെ നമ്മൾ ഉണ്ടായിട്ടുള്ളടത്ത് അങ്ങനെ ഉണ്ടായിട്ട് നോക്കാം. അതായത് ഇപ്പോൾ ഇവിടെ IDM ഉണ്ടായിട്ടുണ്ട്. IDMനെ സ്വീപ്പല്ല, മാർക്കറ്റ് അതിൻ്റെ താഴെ ക്ലോസ് ആണ്. ഓക്കെ, ഇതിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള എൻട്രി മോഡൽ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇത് നമുക്ക് അങ്ങനെ ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇതിനൊരുപാട് ഈ എൻട്രി മോഡൽസിന്
ഇതുപോലെ ഒരുപാട് രീതികളുണ്ട്, 8 രീതികളുണ്ട്. അപ്പോൾ അതിലേതെങ്കിലും അവിടെ നടക്കുമ്പോഴാണ് നമുക്ക് എൻട്രി ഉള്ളൂ, ഇല്ലെങ്കിൽ നമുക്ക് എൻട്രി ഇല്ല. അപ്പോൾ ഈ 8 കാര്യങ്ങളും നമ്മുടെ മൈൻഡിൽ ഒരു തരത്തിലുള്ള ലൂപ്പോളും ഇല്ലാണ്ട് ക്ലിയറായി പോകണം. ഓക്കെ, നമുക്കതൊന്ന് എനിക്കിപ്പോൾ ഇത് ഇങ്ങനെ ഇരുന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ കുറേ സമയം എടുക്കേണ്ടി വരും. കാരണം എവിടെയാണ് അത് കറക്റ്റ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് ക്യാച്ച് ചെയ്യാൻ. ഓക്കെ, എനിവേ ഇത് ഇപ്പോൾ നിലവിൽ ഓൾറെഡി നമ്മളുടെ എൻട്രിയുടെ സ്റ്റൈൽ ഇങ്ങനെയാണ്. തിരിച്ച് ഇവിടെ വന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ക്രൈറ്റീരിയയും ഒത്തു കഴിഞ്ഞാൽ മാത്രമാണ് ഒരു ഫസ്റ്റ് എൻട്രി മോഡൽ ഇവിടെ നിന്നുള്ളത്. അല്ലെങ്കിൽ സെക്കൻഡ് എൻട്രി മോഡൽ പ്രകാരം മാർക്കറ്റ് എന്ത് ചെയ്യണം? മാർക്കറ്റ് ഇവിടെയുള്ള ഓർഡർ ബ്ലോക്കിനെ ടാപ്പ് ചെയ്തില്ലെങ്കിൽ കൂടി മാർക്കറ്റ് ഇവിടെ നിന്ന് മൂവ് ചെയ്ത്, ഇവിടെ ഓൾറെഡി ഓർഡർ ബ്ലോക്ക് ഉണ്ട്, മൂവ് ചെയ്ത് ഒരു IDM ഉണ്ടാക്കി ആ IDMനെ മാർക്കറ്റ് വന്ന് സ്വീപ്പ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് വീണ്ടും അതൊരു ഓർഡർ ബ്ലോക്കായി ആക്ട് ചെയ്യണം. ആ ഓർഡർ ബ്ലോക്കിൽ ടാപ്പ് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോകണം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മൈൻഡിൽ വേണം. ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഇവിടെ ഒരു പുൾ ബാക്ക് ഉണ്ടാവണം, വാലിഡ് പുൾ ബാക്ക് ആയിരിക്കണം, അതിനെ മാർക്കറ്റ് എടുക്കണം. അതിന് മുമ്പ് ഇവിടെ IDM, അതായത് ചേഞ്ച് ഓഫ് ക്യാരക്ടർ 1 മിനിറ്റിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു സ്റ്റേജ് നോക്കാം. മാർക്കറ്റ് ഇപ്പോൾ ഇവിടെ നിന്ന് മൂവായി പോയി, IDMന് ശേഷം ഇപ്പോൾ മാർക്കറ്റ് ഈ ഒരു ഓർഡർ ബ്ലോക്കിനെ റെസ്പെക്ട് ചെയ്തിട്ട് പോയതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇങ്ങനെയുള്ള റിസ്ക്കി ആയിട്ടുള്ള സ്ഥലത്തൊന്നും പോയി ചാടിക്കയറി എൻട്രിക്ക് പ്ലാൻ ചെയ്യേണ്ട ഒരാവശ്യവും നമുക്കില്ല. ഈ ഒരു കാര്യം എല്ലാ ഏരിയകളിലും സംഭവിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ ലൈവിൽ നോക്കുമ്പോൾ ഫസ്റ്റ് ഒരു ടച്ച് തന്നിട്ടുണ്ടാവും, അതിൽ എന്തെങ്കിലും ഒരു സാധനം, ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ടതുപോലെ ഒരു മിസ് മാച്ച് സംഭവിച്ചിട്ടുണ്ട്. അതായത് തിരിച്ചിറങ്ങി ടാപ്പ് ചെയ്യുന്ന സമയത്ത് IDM ഇല്ല, അതുപോലെ എന്തെങ്കിലും ഒരു മിസ് മാച്ച് ഉണ്ടാവും. നമ്മളവിടെ നിന്ന് എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ട്രാപ്പ് ആവും. വീണ്ടും മാർക്കറ്റ് എന്ത് ചെയ്യും? ആ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യും. ഇപ്പോൾ ഇവിടെ ഗ്രാബ് ചെയ്തതുപോലെ. പിന്നെ എന്നിട്ടോ മാർക്കറ്റ് എന്നിട്ട് ക്ലിയർ ആയോ? ഇവിടെയൊക്കെ മൂവ്മെൻറ്റ് തന്നു, പക്ഷേ മാർക്കറ്റ് തിരിച്ചു കയറിയില്ല. വീണ്ടും മാർക്കറ്റ് ഇറങ്ങി, ഇതിനെ വീണ്ടും എടുത്തു. അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഒരു ട്രേഡ് എടുത്തിരുന്നെങ്കിൽ, ഇത് ലൈവ് മാർക്കറ്റിൽ നിങ്ങൾ ഫീൽ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഇതിൻ്റെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാവുള്ളൂ. സോറി, ഞാൻ ഇത്ര നേരം മാർക്കറ്റിൻ്റെ ഇത് വയ്ക്കാതെ പറഞ്ഞിരുന്നത്, ക്ഷമിക്കണം. ഓക്കെ, നമ്മളിപ്പോൾ ആ പറഞ്ഞത് പ്രകാരം മാർക്കറ്റ് ഇവിടെ വന്ന് മാർക്കറ്റ് ഓൾറെഡി താഴെ വന്ന് ടാപ്പ് ചെയ്തു. അതായത് ഇപ്പോൾ 2 പ്രാവശ്യം ഇതിന് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തു. മാർക്കറ്റ് മുകളിലേക്ക് പോയി IDM ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ IDMനെ വീണ്ടും വന്ന് മാർക്കറ്റ് ഗ്രാബ് ചെയ്തിട്ടില്ല. വീണ്ടും ഇവിടെ ഒരു പുൾ ബാക്ക് തന്നിട്ട് പോയിക്കണം. അതിനെ വീണ്ടും വന്ന് മാർക്കറ്റ് ഗ്രാബ് ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു? വീണ്ടും താഴത്തേക്ക് ഇറങ്ങി. ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഞാൻ പറഞ്ഞു, ഇതിനൊന്നും ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ ട്രേഡ് എടുക്കില്ല. നമുക്ക് ട്രേഡ് ഉണ്ടെങ്കിൽ മാത്രമേ വേണ്ടുള്ളൂ ട്രേഡ്. ഇവിടെ എന്തായിരുന്നു ശരിക്കും സംഭവിക്കേണ്ടിയിരുന്നത്? നമുക്കിപ്പോൾ സെക്കൻഡ് ടേമിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സംഭവിക്കേണ്ടിയിരുന്നത് ഒരു മാർക്കറ്റ് ഡിസ്പ്ലേസ്മെൻറ്റോടുകൂടി മൂവ് ചെയ്ത് ഈ ഒരു IDMൻ്റെ മേലെ ക്ലോസ് വന്നതിന് ശേഷം ആദ്യത്തെ പ്രകാരം ഇവിടെ ഒരുപാട് വിട്ടിട്ടാണ് ഓർഡർ ബ്ലോക്ക് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു IDM ഒരു പുൾ ബാക്ക് ഉണ്ടാക്കി, ഹൈ ഉണ്ടാക്കിയതിന് ശേഷം ആ പുൾ ബാക്ക് മാർക്കറ്റ് എടുത്ത് അതിനുശേഷം മാർക്കറ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ടാവണം. ആ ഓർഡർ ബ്ലോക്കിനെ മാർക്കറ്റ് ടാപ്പ് ചെയ്യണം, അതിനുശേഷം മൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ഓർഡർ ബ്ലോക്ക് എന്നായിരിക്കും നമ്മളുടെ എൻട്രി. ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് വേണം. ഇങ്ങനെ സംഭവിച്ചാൽ മാത്രമേ നമുക്ക് ട്രേഡ് ഉള്ളൂ, ഇല്ലെങ്കിൽ ട്രേഡ് ഇല്ല. ഓക്കെ, ഇതെല്ലാം ക്രൈറ്റീരിയകൾ, 8 ക്രൈറ്റീരിയകളും നിങ്ങളുടെ മൈൻഡിൽ ഇതുപോലെ ഓർമ്മ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ട്രേഡുകൾ ഈ പറഞ്ഞതുപോലെ ചെറിയ സ്റ്റോപ്പ് ലോസിൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കിട്ടാത്തൊരവസ്ഥയല്ല, എന്തായാലും കിട്ടും. ഇനി ഇതിൽ പറയാനുള്ള ഒരു കാര്യം, ഇത് ലൈവ് മാർക്കറ്റിലാവുമ്പോൾ നമ്മളിവിടെ മിസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ചെറിയ റൂൾസ് നമ്മളിവിടെ തെറ്റിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിക്കുമെന്നുള്ളതാണ്. അതിന് കാരണം ഇവിടെ തന്നെ കാണാം. ഇവിടെ മാർക്കറ്റ് ഓൾറെഡി നമ്മൾ പറഞ്ഞു IDM ഇല്ല, മാർക്കറ്റ് താഴെ പോയി. ഇവിടെ OB ഉണ്ടായിരുന്നു, പക്ഷേ OBനെ മാർക്കറ്റ് IDM ഇല്ലാണ്ട് തന്നെ ടൈപ്പ് ചെയ്ത് മേലേക്ക് പോയത്. അതിനുശേഷം മാർക്കറ്റ് വന്ന് ഇതിനെ വീണ്ടും ഗ്രാബ് ചെയ്തു. സോ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെയാണെന്നുണ്ടെങ്കിൽ അത് ഹിറ്റായിട്ടുണ്ടാവും. അതിനുശേഷം മാർക്കറ്റ് ഇവിടെ IDM ഇല്ലാതെ തന്നെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് തന്നു, നല്ല രീതിയിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. പക്ഷേ മാർക്കറ്റ് എന്ത് ചെയ്തില്ല? മുകളിലേക്ക് പോയില്ല, വീണ്ടും താഴത്തേക്ക് വന്നിട്ട് അതിനെ മാർക്കറ്റ് വീണ്ടും ഗ്രാബ് ചെയ്തു. സോ നമ്മൾ 1, 2, 3 വട്ടമൊക്കെ സ്റ്റോപ്പ് ലോസ് അടിക്കുമ്പോഴേക്കും നമ്മളുടെ എല്ലാവിധ കൺട്രോളും പോകും. അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ട് വേണം എൻട്രീനെ റിഫൈൻ ചെയ്യാൻ. ഓക്കെ, ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക?
ഒരു ടെൻഷനും വേണ്ട. നേരെ നിങ്ങളെ POI മാർക്ക് ചെയ്തതിൽ നിങ്ങൾ നേരെ ഇവിടെ പോയിട്ട് ഒരു എൻട്രി പ്ലാൻ ചെയ്യുക. ഈ ഒരു POI ടാപ്പ് ചെയ്യുമ്പോൾ എൻട്രി പ്ലാൻ ചെയ്യുക. ഇവിടെ സ്റ്റോപ്പ് ലോസ് ഇടുക. ഓക്കെ, 1:3 റിസ്ക് റിവാർഡ് ഇടുക. ഹിയർ നിങ്ങളിത് റിഫൈൻ ചെയ്ത് പിന്നെ മെല്ലെ നിങ്ങളതിന് അത് അച്ചീവ് ചെയ്യുന്ന ഒരു രീതിയിലായി മാറും. ഓക്കെ, ഇവിടെ 1:3 എന്തായാലും മാർക്കറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇതിൻ്റെ 50% ഇടുക. ഇവിടെ വന്ന് ട്രേഡ് കിട്ടിയാൽ മതി ട്രേഡ്. സോ ഇല്ലെങ്കിൽ ടെൻഷൻ വേണ്ട ആവശ്യമില്ല. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഓർഡർ ബ്ലോക്കിനെ നമ്മൾ റിഫൈൻ ചെയ്യുക. എന്നിട്ട് റിഫൈൻ ചെയ്തിട്ട് ഇതിലുള്ള 1 ഹവറിൻ്റെ ഓർഡർ ബ്ലോക്ക് ഏതാണെന്ന് നോക്കുക. അതിനെ നിങ്ങൾ മാർക്ക് ചെയ്ത് അതിൽ നിന്ന് ട്രേഡ് ഉണ്ടോ നോക്കുക. ഓക്കെ, നമ്മൾ റിഫൈൻ ചെയ്താൽ പഠിച്ചതുപോലെ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ മാർക്കറ്റിനെ റിഫൈൻ ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ഈ 1:3 പകരം ഇതേ സ്ഥലത്ത് നമുക്ക് ഒരു ട്രേഡ് ഇതുപോലെ കിട്ടിയിട്ടുണ്ടെങ്കിൽ സോ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, ഭയങ്കര വലിയ റിസ്ക് റിവാർഡായിരിക്കും ഉണ്ടാവുക. ഇതാണ് നിങ്ങളുടെ ഇപ്പോൾ ഞാൻ വരഞ്ഞത് പ്രകാരമുള്ള ഡയഗ്രത്തിലാണ് ട്രേഡെങ്കിൽ നിങ്ങൾക്കറിയാം ഇതിൻ്റെ 1:3 റിസ്ക് റിവാർഡിലാണ് വലിയ ട്രേഡ് ഉള്ളതെന്ന്. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഇത് റൺ ചെയ്യിക്കാം. സോ 1:25 ആയത്. ഇതിൽ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ വലിയ ക്വാണ്ടിറ്റി ട്രേഡുകളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇവിടെ എടുക്കുന്ന റിസ്കിൻ്റെ 10 എടുത്താൽ മതി. ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നത് $10, $100, $300 ആണെങ്കിൽ ഇവിടെ നിങ്ങൾ എടുക്കുന്ന $10 നിങ്ങൾക്ക് കിട്ടുക $250 ആണ്. സോ ഇതുപോലെ നിങ്ങൾ 3 പ്രാവശ്യം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് $30 ലോസിൽ ഒരു ട്രേഡ് ഹിറ്റായി കഴിഞ്ഞാൽ ആ ക്യാഷ് കിട്ടും. ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അതിനനുസരിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വരേണ്ടതുണ്ട്. മാർക്കറ്റിൽ എപ്പോഴും ലൈവ് മാർക്കറ്റ് നോക്കുമ്പോൾ ഇതുപോലുള്ള ഒരുപാട് ടാപ്പുകൾ മാർക്കറ്റ് POIസിൽ ടാപ്പ് ചെയ്യും. അപ്പോഴൊക്കെ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഈ റൂൾസ് അത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങളിത് ലൈവ് മാർക്കറ്റിൽ എക്സ്പീരിയൻസ് ചെയ്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ എൻട്രി കാര്യങ്ങൾ അപ്പോഴേ നിങ്ങൾക്ക് റിഫൈൻ ചെയ്ത് SMCൻ്റെ യഥാർത്ഥ അന്തസത്ത എന്ന് പറയുന്നത് ഇതുപോലുള്ള ചെറിയ സ്റ്റോപ്പ് ലോസിൽ വലിയ എൻട്രീസാണ്. ഓക്കെ, സോ അതിലേക്ക് നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചധികം കഷ്ടപ്പെടണം എന്നുണ്ട്. ഇത് എളുപ്പമല്ല. ഓക്കെ, ഞാൻ എളുപ്പമായിട്ടുള്ള ഫോമാറ്റ് ഞാനിവിടെ ഓൾറെഡി പറഞ്ഞു. ഇനി ഇത് കുറച്ചുകൂടി നമ്മളിങ്ങനെ മെല്ലെ കണ്ടിട്ട് കോംപ്ലിക്കേറ്റഡ് ആക്കി പോവുകയാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മൈൻഡ് റിലാക്സ് ആയിട്ട് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ കേൾക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി നെക്സ്റ്റുള്ള മെത്തേഡ് നോക്കാം. സോ ഇവിടെ നമ്മൾ 2 നോക്കി, ഇനി നമ്മൾ 3 നോക്കാൻ പോവുകയാണ്. അതിന് കണ്ടിന്യൂവേഷനായിട്ട് തന്നെ മാർക്കറ്റ് ഇവിടെ IDM സംഭവിച്ചു. ഓക്കെ, ആ IDMൻ്റെ ലിക്വിഡിറ്റി ഇവിടെ ഇരിക്കെ മാർക്കറ്റ് നേരെ പോയി എന്തുണ്ടാക്കി, ഓർഡർ ബ്ലോക്കിനെ ടാപ്പ് ചെയ്തു. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞു IDMന് സ്വീപ്പാണ് നടന്നതെന്ന്. ഇവിടെ IDMന് സ്വീപ്പ് അല്ല നടന്നത്. IDMന് നേരെ മുകളിലേക്ക് പോയി ക്ലോസ് വന്ന് ആ ഓർഡർ ബ്ലോക്കിനെ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തു. ഇവിടെ നോക്കൂ, ഇവിടെ മാർക്കറ്റ് IDM ഉണ്ടാക്കി ഓർഡർ ബ്ലോക്കിനെ പോയി ടാപ്പ് ചെയ്ത് തന്നു. ഈ ഒരു എൻട്രി മിസ് ചെയ്യുന്ന ഒരവസ്ഥയിലാണ് ഈ ഒരു എൻട്രി ഉള്ളത്. അതായത് നമുക്ക് ഇവിടെ നിന്നൊരു എൻട്രി കിട്ടിയില്ല എന്ന് വിചാരിക്കുക. അത് മാർക്കറ്റ് ഇതുപോലെ പോയി ടാപ്പ് ചെയ്തു, ഇനി ഇത് മൂവ് ചെയ്യാണ് മുകളിലേക്ക് നമ്മൾ മനസ്സിലാക്കുന്ന നിമിഷം നമുക്ക് വീണ്ടും മാർക്കറ്റ് ഇവിടെ എന്താണ് സ്ട്രക്ചർ സംഭവിക്കുന്നത് എന്ന് നമ്മൾ നോക്കുക. അപ്പോൾ ഇവിടെ മാർക്കറ്റ് ഓൾറെഡി ഇതിനെ ടാപ്പ് ചെയ്തതിന് ശേഷം താഴത്തേക്ക് വരുമ്പോൾ ഒരു പുൾ ബാക്ക് തന്നു. ആ പുൾ ബാക്കിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, ഈ ഒരു ബോസിനെ, അതായത് മാർക്കറ്റ് അതിൻ്റെ താഴെ ക്ലോസ് തന്നു. അപ്പോൾ അത് ബോസായി സംഭവിച്ചു. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും പോയി IDM എടുത്തു. സോ നമുക്ക് IDM ഈ ഒരു IDM സ്വീപ്പ് ചെയ്യുന്ന ക്യാൻഡിലിനെ നമുക്ക് IFSC ക്യാൻഡിലായി എടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും ഇവിടുന്ന് കണ്ടിന്യൂവേഷൻ ട്രേഡ് പ്ലാൻ ചെയ്യാം. ഓക്കെ, ഇത് ഞാൻ വരഞ്ഞ് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ തേർഡ് ഞാൻ ഇവിടെ വരഞ്ഞ് വെച്ചിട്ടുണ്ട്. തേർഡ് കണ്ടിന്യൂവേഷൻ നമുക്ക് ഫസ്റ്റ് ടേമിൽ എൻട്രി കിട്ടിയില്ലെങ്കിൽ നമുക്ക് സെക്കൻഡ് ടേമിൽ ഒരു എൻട്രി കിട്ടാനുള്ള സ്കോപ്പ്. അതായത് ലൈവ് മാർക്കറ്റിലാകുമ്പോൾ എല്ലാം കൺഫ്യൂഷൻ ആയിരിക്കും, എളുപ്പമായിരിക്കില്ല അതിനെ അതിജീവിക്കൽ. അപ്പോൾ ഇവിടെ സംഭവിക്കേണ്ടത് തേർഡ് സ്റ്റൈലിൽ എങ്ങനെയാണെന്നാണ് ഞാനിപ്പോൾ ഇവിടെ വരഞ്ഞിരിക്കുന്നത്. അതായത് മാർക്കറ്റ് ഓൾറെഡി ഒരു POIയിൽ ടാപ്പ് ചെയ്തതിന് ശേഷം ഡിസ്പ്ലേസ്മെൻറ്റ് തന്ന് അവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ സംഭവിച്ച് 1 മിനിറ്റിൽ ഒരു പുൾ ബാക്ക് തന്ന് ആ പുൾ ബാക്കിനെ വീണ്ടും മാർക്കറ്റ് ഗ്രാബ് ചെയ്യുമ്പോൾ ഇവിടെ IDM സംഭവിച്ച്. ഓക്കെ, IDM സംഭവിച്ചതിന് ശേഷം
നമുക്ക് ഈ മാർക്കറ്റ് ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ ടാപ്പ് ചെയ്യുമ്പോൾ എൻട്രി കിട്ടിയിട്ടില്ല എങ്കിൽ നമ്മൾ കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്, മാർക്കറ്റ് വീണ്ടും ഇതിനെ ബ്രേക്ക് ചെയ്ത് പോവോ എന്നുള്ള ഒരു ഡൗട്ടിൽ നിൽക്കുകയാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് ഇവിടെ ഇതിന് ശേഷം മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ ഒരു പുൾ ബാക്ക് തന്ന് വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ ഇവിടെ ബോസ് സംഭവിച്ച് എന്തെങ്കിലും ഒരു ഡൗട്ട് വരുമ്പോൾ വീണ്ടും ബാക്കിലേക്ക് പോയി വീഡിയോ കറക്റ്റ് കണ്ട് അതുപോലെ വരച്ച് ഒക്കെ ക്ലിയർ ചെയ്തിട്ട് പോവുക. ഇല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഞാനിതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇത് റെക്കോർഡ് തന്നെ ചെയ്യുന്നത്. സ്ക്രീന് മാറിപ്പോയി, അതുകൊണ്ടാണ് ഇത് വരഞ്ഞ് വെച്ചിരിക്കുന്നത്. ഞാൻ വരയണമൊക്കെ കാണിച്ചതായിരുന്നു. എനിവേ ഡൗട്ടൊന്നും വേണ്ട ആവശ്യമില്ല. ഇപ്പോൾ പുൾ ബാക്കും അതുപോലെ തന്നെ IDM ഒക്കെ എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അതുകൊണ്ട് ടെൻഷൻ ഇല്ലാണ്ട് കാണാം. കണ്ടത് മനസ്സിലായില്ലെങ്കിൽ പിന്നെയും കൂടുതൽ ടെൻഷനിലേക്ക് പോകണ്ട, വീണ്ടും കണ്ടാൽ മതി. ഓരോരോ എൻട്രി മോഡലുകൾ ഇങ്ങനെ തന്നെയാണ്. അത് കുറച്ച് ഒരു റിസ്ക് ആയിരിക്കും. പക്ഷേ നമുക്കത് മനസ്സിലായി കിട്ടിക്കഴിഞ്ഞാൽ ചെറിയ സ്റ്റോപ്പ് ലോസിൽ നമുക്ക് വലിയ എൻട്രി കിട്ടും. ഓക്കെ, റിസ്ക് റിവാർഡ് പറഞ്ഞതുപോലെ. അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ നിലവിൽ ഇവിടെ വന്ന് മാർക്കറ്റ് ഇവിടെ ഒരു സ്വീപ്പ് തന്നിട്ടുണ്ട്. ആ ഒരു IDM സംഭവിച്ചതിന് ശേഷം മാർക്കറ്റ് താഴെ വന്ന് ഇതിനെ ടാപ്പ് ചെയ്തതിന് ശേഷം മുകളിലേക്ക് പോകുമ്പോൾ ഒരു പുൾ ബാക്ക് ഉണ്ടാക്കിയിട്ട് ബോസ് സംഭവിച്ചു. ഈ ബോസ് സംഭവിച്ചതിന് ശേഷം മാർക്കറ്റ് ഈ പുൾ ബാക്കിനെ വന്ന് ഗ്രാബ് ചെയ്യുമ്പോൾ ആ ഗ്രാബ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യും, IFSC ക്യാൻഡിലായിട്ട് മാർക്ക് ചെയ്യും. ഈ ക്യാൻഡിലിനെ അങ്ങനെ മാർക്ക് ചെയ്ത ക്യാൻഡിലിൽ വീണ്ടും വന്ന് മാർക്കറ്റ് ടാപ്പ് തരുമ്പോഴാണ് നമുക്ക് നെക്സ്റ്റ് ഒരു എൻട്രി മോഡൽ ഉള്ളത്. ഓക്കെ, അങ്ങനെ ഉള്ള എൻട്രി മോഡലും ഈ പറഞ്ഞതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കറിയാം 1:3 റിസ്ക് റിവാർഡിൽ ഇവിടെ നിന്നൊരു ട്രേഡ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മാക്സിമം, അതായത് നമുക്ക് നെക്സ്റ്റ് മിറർ പോയിൻ്റ് അറിയായിരുന്നു. എനിവേ മിറർ പോയിൻ്റ് അറിയില്ലെങ്കിൽ ഒരു 1:3 റിസ്ക് റിവാർഡ് ഇട്ടതിന് ശേഷം എന്ത് ചെയ്യുക, കൺഫ്യൂഷൻസിന് ഇടവരുത്തേണ്ട. മാർക്കറ്റ് ഇതുവരെ പോകും, ഇതുവരെ എത്തില്ലേ, അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടൊന്നും നിൽക്കണ്ട. മാക്സിമം 1:3 റിസ്ക് റിവാർഡ് ആഡ് ചെയ്യുക. ആ ആഡ് ചെയ്തതിൽ മാർക്കറ്റ് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇതിലും ഈ പറഞ്ഞതുപോലെ എൻട്രിക്ക് പ്ലാൻ ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എത്രയാണോ ഇവിടെ എടുക്കുന്ന റിസ്ക് അതിൻ്റെ 10 അല്ലെങ്കിൽ 5 എടുത്താൽ മതി. ഓക്കെ, അതാണ് ഇവിടുത്തെ തേർഡായിട്ടുള്ള എൻട്രി മോഡലിൽ പറയാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഫോർത്ത് നോക്കി നോക്കാം. ഇതാണ് ഫോർത്ത് സ്കീം. അതായത് ഓൾറെഡി POI ഉണ്ട്. മാർക്കറ്റ് ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, ഒരു IDM ഇവിടെ റീസെൻ്റ് ആയിട്ടുള്ള ഒരു പുൾ ബാക്കിനെ, ഇത് ഇൻസൈഡാണെന്ന് തോന്നുന്നു, ഇത് റീസെൻ്റ് ആയിട്ടുള്ള ഒരു IDMനെ മാർക്കറ്റ് POI ടാപ്പ് ചെയ്തതിന് ശേഷം എടുത്തിട്ടില്ല. സോ ഇതും വളരെയധികം ശ്രദ്ധിക്കണം. ഇതൊരു കൈൻഡ് ഓഫ് ലിക്വിഡിറ്റി ഗ്രാബ് പോലെയാണ് ഇത് നടക്കുക. അതായത് അപ്പ് സൈഡ് ആൻഡ് ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ഗ്രാബ് പോലെ. അതായത് ഇവിടെ പ്രത്യേകിച്ചിട്ട് IDM ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു സിനാരിയോയിൽ നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള ഒരു എൻട്രി മോഡലാണിത്. അവിടെ 1 മിനിറ്റിൽ ഇതുപോലെ തന്നെ മാർക്കറ്റ് വന്നു, POIനെ ടാപ്പ് ചെയ്തു. ഈ ടാപ്പ് ചെയ്തതിനെ, POIനെ ടാപ്പ് ചെയ്ത ക്യാൻഡിലിനെ ചെയ്തിട്ടുള്ള ഹൈയിനെ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടില്ല, മാർക്കറ്റ് ഇവിടെ പുൾ ബാക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ വന്ന് എടുത്തിട്ടില്ല. പക്ഷേ ഇതിനെ മാർക്കറ്റ് എന്ത് ചെയ്തു, ഗ്രാബ് ചെയ്തു. ഗ്രാബ് ചെയ്യുമ്പോൾ എന്തായി, അത് അവർ IFSC ക്യാൻഡിലായിട്ട് മാർക്ക് ചെയ്തു. സോ ആ ഒരു IFSC ക്യാൻഡിലിനെ മാർക്കറ്റ് അതൊരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. സോ ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് വേണം. ആ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ മാത്രമേ എന്തുണ്ടാവുള്ളൂ, അതിന് ഓർഡർ ബ്ലോക്കായിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇതുപോലെ ഒരു IFSC ക്യാൻഡിൽ ഇതിനെ ഗ്രാബ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പോയിൻ്റ് എന്തായി മാറും, ഇത് സ്വാഭാവികമായിട്ടും IDM ആയിട്ട് മാറും. പുൾ ബാക്കാണ്, കാരണം ഇവിടെ ഓൾറെഡി ഒരു ഹൈ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഒരു പുൾ ബാക്കിനെ മാർക്കറ്റ് ഇവിടെ ഗ്രാബ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിൽ വരച്ചിട്ടില്ല എന്നേ ഉള്ളൂ. ഇതിനെ ഗ്രാബ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷമാണ് പോയിട്ട് ഈ IFSC ക്യാൻഡിലിനെ വീണ്ടും മാർക്കറ്റ് ടാപ്പ് ചെയ്യുന്നതും താഴത്തേക്ക് പോകുന്നത്. ക്ലിയർ? സോ അത് ഫോർത്ത് സിനാരിയോ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ഹൈയിലേക്കാണ്, അതായത് മുകളിലുള്ള POIയെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ താഴെയുള്ളത് വരയ്ക്കുക. അപ്പോൾ രണ്ട് സൈഡും നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ. ഓക്കെ, ഇതാണ് മെയിൻ പ്രശ്നം, വീഡിയോ സ്വിച്ച് ചെയ്യാൻ മറക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തി. ഇവിടെ മാർക്കറ്റ് ഇപ്പോൾ ഇതുപോലെ വന്നുകൊണ്ടിരിക്കുകയാണ്. മാർക്കറ്റ് ഉണ്ടാക്കി, ഇവിടെ ഒരു IDM സംഭവിച്ചു, താഴെ വന്നു, വരുന്ന വഴിക്ക് ഒരു പുൾ ബാക്ക് ഉണ്ടാക്കി, മാർക്കറ്റ് വീണ്ടും ഹൈ ഉണ്ടാക്കി. ഈ പുൾ ബാക്ക് എടുത്തിട്ടില്ല. മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടെ POIനെ ടാപ്പ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, ഒരു പുൾ ബാക്ക് ഉണ്ടാക്കിയതിന് ശേഷം മാർക്കറ്റ് ഇതിനെ ഗ്രാബ് ചെയ്തു. സോ ഗ്രാബ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഇതിൻ്റെ ഈ പുൾ ബാക്കിനെ വീണ്ടും ഗ്രാബ് ചെയ്തിട്ട് ഈ ഒരു ക്യാൻഡിലിനെ IFSC ക്യാൻഡിലായിട്ട് റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് അതിന് ഡിസ്പ്ലേസ്മെൻറ്റ് വേണം, ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് വേണം. അതായത് IFSC ക്യാൻഡിൽ ഒരു ഓർഡർ ബ്ലോക്കായിട്ട്
കൺസിഡർ ചെയ്ത് അവിടെ അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടെങ്കിലാണ് അതൊരു ഓർഡർ ബ്ലോക്ക് ആവുള്ളൂ. ഓക്കെ, വെറുതെ ഒരു IFSC ക്യാൻഡിലാണെന്ന് പറഞ്ഞിട്ട് ചാടി കയറി ഡിസ്പ്ലേസ്മെൻറ്റ് ഇല്ലാതെ എൻട്രി എടുക്കരുത്. വീണ്ടും അതിനെ ടാപ്പ് ചെയ്തിട്ടാണ് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കി നോക്കുക, ഇവിടെ ഓൾറെഡി POI ഉണ്ട്. ആ POI നമ്മൾ മാർക്ക് ചെയ്തു. ഇങ്ങനെ POIനെ ഫസ്റ്റ് ഇത് വന്ന് ടാപ്പ് ചെയ്തു. ഓക്കെ, അതിനുശേഷം ഫസ്റ്റ് ടാപ്പിൽ ഇവിടെ IDM ഇല്ല. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് എന്ത് ചെയ്തു, ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റ് തരുമ്പോഴാണല്ലോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കൺഫേം ചെയ്യാൻ പറ്റുന്നത് POIയിൽ ടാപ്പ് ചെയ്തിട്ട് മൂവ് ചെയ്യണമെന്ന്. പക്ഷേ IDM ഒരുപാട് ലോങ്ങിലുള്ള കേസാണ് ഇത് ഉണ്ടാവുക. അങ്ങനെയാണ് ഇവിടെ സംഭവിക്കുക, അല്ലാതെ അടുത്തുള്ള കേസിനല്ല പറയുന്നത്. ഇത് ലൈവ് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓരോ എൻട്രി മോഡലും എങ്ങനെയാണ് ഇവിടെ എന്തൊക്കെ കാരണം കൊണ്ടാണ് ആ എൻട്രി മോഡൽ അവിടെ സംഭവിച്ചതെന്ന് വരെ നിങ്ങൾക്ക് മനസ്സിലാവാൻ തുടങ്ങും. അത് നിങ്ങൾക്ക് പോകെ നിങ്ങളത് കണ്ടിട്ട് മനസ്സിലാവും നിങ്ങൾക്ക് ഇവിടെ സംഭവിക്കാൻ ചാൻസ് ഉള്ള എൻട്രി മോഡൽ ഇങ്ങനെയാണ്, ഈ സ്കീമാണ് ഇവിടെ വരിക എന്നുള്ളത്. അപ്പോൾ മാർക്കറ്റ് ഇവിടെ ഇതിനെ ടാപ്പ് ചെയ്ത് മാർക്കറ്റ് ഇതിനെ സ്വീപ്പ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക, ഇതൊരു IFSC ക്യാൻഡിലായിട്ട് മാർക്ക് ചെയ്യും. അപ്പോൾ IFSC ക്യാൻഡിൽ ഇതിനെ സ്വീപ്പ് ചെയ്തു. സ്വീപ്പ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വേണം, ഡിസ്പ്ലേസ്മെൻറ്റ് വേണം, ഓർഡർ ബ്ലോക്ക് വേണം. ആ ഓർഡർ ബ്ലോക്കിനെ ആയിരിക്കും മാർക്കറ്റ് എന്ത് ചെയ്യുക, റെസ്പെക്റ്റ് ചെയ്തിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യുന്നുണ്ടാവുക. അതിനെ ടാപ്പ് ചെയ്ത് മാർക്കറ്റ് മൂവ് ചെയ്യും. സോ അവിടെ നമുക്കൊരു എൻട്രി പ്ലാൻ ചെയ്യാം. ഇവിടെ IDM സംഭവിച്ചിട്ടുണ്ട്, നമ്മളുടെ ഡയഗ്രത്തിൽ അത് കാണാഞ്ഞിട്ടാണ്. ഓക്കെ, മാർക്കറ്റ് ഇതുപോലെ ഉണ്ടായി കഴിഞ്ഞാൽ പുൾ ബാക്ക് IDM തന്നെ ആണ്. ഓക്കെ, പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, ഒരുപാട് ലോങ്ങിലായിരിക്കും ഇവിടെ IDM ഉണ്ടാവുക. അതുകൊണ്ടായിരിക്കും മാർക്കറ്റ് ഇങ്ങനെ ചെയ്തു പോകുന്നത്. ഇതൊക്കെ നമുക്ക് വലിയൊരു ക്യാൻഡിലൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു സ്റ്റൈലൊക്കെ കാണാൻ പറ്റും നമ്മൾ മാർക്കറ്റിൽ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ. എനിക്കത് മാർക്കറ്റിൽ ഇപ്പോൾ നമ്മൾ മുൻകൂട്ടി അത് മാർക്ക് ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കാത്തത് കൊണ്ടാണ് കാണിച്ചു തരാൻ പറ്റാത്തത്. എങ്കിലും നമ്മൾ തിരയുകയാണെന്നുണ്ടെങ്കിലൊക്കെ കിട്ടായി ഇല്ല. നിങ്ങളിതുപോലെ നിങ്ങൾ തന്നെ പോയിട്ട് പരിശ്രമിക്കണം, തിരഞ്ഞ് കണ്ടുപിടിക്കണം, അവിടെ എന്താ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് നോക്കണം. അപ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. അല്ലാതെ പണിയെടുക്കാതെ ഒന്നും മനസ്സിലാവില്ല. ഇത് എക്സ്പീരിയൻസ് ലൈവ് മാർക്കറ്റിൽ ചെയ്താൽ മാത്രമേ മനസ്സിലാവുള്ളൂ. എൻ്റെ ഓർമ്മയിൽ അങ്ങനെ ഒന്നും ഇവിടെ എവിടെയോ സംഭവിച്ചിട്ടുണ്ട്. വലിയൊരു ക്യാൻഡിൽ വന്നിട്ട് ടാപ്പ് വന്നിട്ടുള്ള ഒരവസ്ഥ കറക്റ്റ് ഓർമ്മയില്ല എവിടെയാണെന്നുള്ളത്. ഇതുപോലെയൊക്കെ ഇപ്പോൾ ഇവിടെ നോക്കി നോക്കുക. ഇവിടെ ഇപ്പോൾ മാർക്കറ്റ് ഇതുപോലെ ഒരൊറ്റ വലിയ ക്യാൻഡിൽ, സിംഗിൾ ക്യാൻഡിൽ ഉണ്ടായി. ഇവിടെ ഒന്ന് IDM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് പിന്നെ ഇത്രയും പോയിന്റ് മേലെ പോയിട്ട് വേണം IDM സംഭവിക്കാൻ. ആ സമയത്താണ് മാർക്കറ്റ് എന്ത് ചെയ്യുന്നത്, ഈ ടാപ്പ് ചെയ്തിട്ടുള്ള ഏരിയനെ വീണ്ടും വന്നിട്ട് സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉണ്ടാക്കുന്ന പുൾ ബാക്ക് മതിയല്ലോ, ആ ഒരു സ്റ്റൈലിൽ. ഓക്കെ, ക്ലിയർ. ഇനി നാലാമത്തത് നോക്കാം, സ്കീം 5. അപ്പോൾ ഈ 5 പ്രകാരം മാർക്കറ്റ് IDM സംഭവിച്ചു, മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണ്. ഒരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതായത് ചേഞ്ച് ഓഫ് ക്യാരക്ടറിൻ്റെ മുമ്പ് ഒരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം A പോയിന്റിൽ നിന്ന് B പോയിന്റിലേക്ക് മാർക്കറ്റ് പോകുമ്പോൾ നമ്മൾ വലിയ ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഒരു ലാസ്റ്റ് ഓർഡർ ബ്ലോക്കുകൾ എങ്ങനെയാണ് മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യുന്നത്. നമ്മൾ എൻട്രി മോഡലുകൾ കണ്ടപ്പോഴോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ലൈവായിട്ട് ഗ്രൂപ്പിൽ ഡിസ്കഷൻ നടക്കുമ്പോഴൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഒരു ഓർഡർ ബ്ലോക്കിൽ നിന്ന് വേറെ ഓർഡർ ബ്ലോക്കിൽ മാർക്കറ്റ് എങ്ങനെ പോവുക, ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്ത് ഓർഡർ ബ്ലോക്കിനെ റെസ്പെക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് മാർക്കറ്റ് വരിക എന്നുള്ളത്. സോ അത് ഒരു സെറ്റപ്പാണ് ഇവിടെ ചെറുതായിട്ട് പറഞ്ഞിരിക്കുന്നത്. അത് 1 മിനിറ്റിലാണ്. ഇവിടെ മാർക്കറ്റ് ഓൾറെഡി IDM ഉണ്ടാക്കാൻ പോകുന്ന ഏരിയയിൽ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. സോ മാർക്കറ്റ് എന്ത് ചെയ്യും, അവിടെ നിന്ന് റിജക്ഷൻ തരും. സോ റിജക്ഷൻ തരുമ്പോൾ എന്തായി, അതൊരു പുൾ ബാക്കായി. പുൾ ബാക്ക് ആയിട്ട് ഇതിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, ആ പുൾ ബാക്കിൽ ഒരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്തു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അത് SMT ഓർഡർ ബ്ലോക്സ് എന്ന് അതിന് പറയാം. അതായത് സ്മാർട്ട് മണി ട്രാപ്പാണത്. അപ്പോൾ ആ സ്മാർട്ട് മണിയുടെ ട്രാപ്പിൽ നമ്മൾ വീഴരുത്. നമ്മൾ എന്ത് ചെയ്യണം, ഈ IDM ഇവിടെ കൺഫേം കിട്ടണം, ചേഞ്ച് ഓഫ് ക്യാരക്ടർ സംഭവിക്കണം. അതിനുശേഷം മാർക്കറ്റ് തിരിച്ചു വന്ന് ഈ ഒരു ലിക്വിഡിറ്റിനെ ഗ്രാബ് ചെയ്ത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ ഓർഡർ ബ്ലോക്കിനെ ടാപ്പ് ചെയ്ത് പോകണം. ക്ലിയർ. ഇതിവിടെ സംഭവിക്കാൻ ചാൻസ് ഉള്ള ഒരു മിസ്റ്റേക്സിനെയാണ് കാണിക്കുന്നത്. ഇത് നമ്മൾ വരയണം എന്ന് എനിക്ക് തോന്നുന്നില്ല. എനിവേ വരയാതെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഇനി ഗ്രൂപ്പിൽ മനസ്സിലായില്ല എന്നൊന്നും പറയേണ്ട ഒരു ചേട്ടാ ഞാൻ വരുത്തണില്ല. എനിവേ ഇത് സ്ക്രീൻ സ്വിച്ച് ചെയ്യാൻ മറക്കുകയാണ്, അതാണ് മെയിൻ പ്രശ്നം.
സോ ഇതുപോലെ മാർക്കറ്റ് IDM ഒക്കെ ഉണ്ടാക്കി മാർക്കറ്റ് പോയി POIയിൽ ടാപ്പ് ചെയ്തു. POIയിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് എന്തുണ്ടാവുക, IDM പോയിൻ്റ്, അതായത് ചോക്ക് പോയിൻ്റ് ഉണ്ടാവുക. അല്ലെങ്കിൽ നമ്മളിവിടെ ഒരു ചോക്ക് പോയിൻ്റ് ഉണ്ടാക്കുക, ഇതാണ് ചോക്ക് പോയിൻ്റ് ഉണ്ടാവുക. അപ്പോൾ ചോക്ക് പോയിൻ്റ് എത്തുന്നതിന് മുമ്പ് മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ആ ഓർഡർ ബ്ലോക്കിനെ റെസ്പെക്ട് ചെയ്തിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, മുകളിലേക്ക് ഒരു സ്വിങ് ഉണ്ടാക്കി, അതായത് ഇൻറ്റേർണൽ സ്ട്രക്ചർ ഉണ്ടാക്കി. പിന്നെ മാർക്കറ്റ് ഇവിടെ വന്നിട്ട് ഗ്രാബ് ചെയ്തു. സോ നമ്മൾ ഈ ഒരു ഓർഡർ ബ്ലോക്കിനെ ഡിപ്പെൻഡ് ചെയ്ത് ട്രേഡ് പ്ലാൻ ചെയ്യരുത് എന്നാണ് പറയുന്നത്. ഇവിടേക്ക് തന്നെ പോയിട്ട് ഇവിടെ നിന്ന് തന്നെ മാർക്കറ്റ് തിരിച്ചു പോകും. അപ്പോൾ ഇവിടെ സംഭവിച്ച സംഗതി നമ്മൾ പറയുകയാണെങ്കിൽ, ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് IDMനോട് ചേർന്ന ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ടായിരുന്നു. അത് മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തു. വീണ്ടും മാർക്കറ്റ് എന്ത് ചെയ്തു, താഴത്തേക്ക് മൂവ് ചെയ്യുമ്പോൾ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ടാക്കി. ആ ഓർഡർ ബ്ലോക്ക് സ്മാർട്ട് മണി ട്രാപ്പാണ്. ഓക്കെ, സോ ഇവിടെയാണ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ സംഭവിച്ചത്. ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഉണ്ടാകുന്നതിന് മുമ്പ് ഇതൊക്കെ നമുക്ക് മാർക്കറ്റിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. മാർക്ക് ചെയ്തിടാത്തതുകൊണ്ടാണ്. നമ്മൾ ലൈവിൽ ഇനി വരുന്ന സമയങ്ങളിലൊക്കെ നമുക്ക് ഇങ്ങനെ ഓരോരോ സ്കീമുകൾ നമ്മൾ കാണുമ്പോൾ പറയാം. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഇതിനെ ബ്രേക്ക് ചെയ്ത് പോയി. നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുള്ള POIനെ തന്നെ പോയി മാർക്കറ്റ് ഇവിടെ അതിലുള്ള ഓർഡർ ബ്ലോക്കിനെ ടാപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് പോകുള്ളൂ. ഇവിടെ നിന്ന് നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ SL അടിക്കാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് 6th സ്റ്റേജ് നോക്കാം. 6th സ്റ്റേജിൽ ഇവിടെ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു OB ഉണ്ട്. ഓക്കെ, ആ OB ഇവിടെ വാലിഡ് ആവുന്ന ഇതെങ്ങനെയാണ് എന്നാണ് പറയുന്നത്. അതായത് മാർക്കറ്റ് ഇത് പറഞ്ഞ പോലെ മേലേക്ക് പോയി POനെ ടാപ്പ് ചെയ്തു, ഡിസ്പ്ലേസ്മെൻറ്റ് തന്നു. ഈ ഡിസ്പ്ലേസ്മെൻറ്റ് ഒരിക്കലും മറക്കരുത്. അത് എപ്പോഴും നമ്മുടെ മൈൻഡിൽ നല്ലോണം വേണം. ഈ ഒരു എല്ലാ പ്രക്രിയയ്ക്കും ഏറ്റവും കൂടുതൽ വേണ്ടത് ഓർഡർ ഫില്ലാവുക എന്നുള്ളതാണ്. അപ്പോൾ ഓർഡർ ഫില്ലായാൽ മാത്രമേ അവിടെ എന്തുള്ളൂ, ട്രേഡ് ഉള്ളൂ. അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായാൽ മാത്രമേ ട്രേഡ് ഉള്ളൂ. എന്നാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായാൽ മതിയോ, പോരാ. ഇതെല്ലാം സംഭവിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഓർഡർ ബ്ലോക്കിനെ ടാപ്പ് ചെയ്ത് മാർക്കറ്റ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്ന് അവിടെ ഒരു SMT OB ഉണ്ടാക്കി. ആ OBനെ മാർക്കറ്റ് എന്ത് ചെയ്യാണ്, മാർക്കറ്റ് സ്വീപ്പ് ചെയ്യാണ്. അവിടെ ഒരു IFSC ക്യാൻഡിൽ കൊണ്ടുവന്നിട്ട് മാർക്കറ്റ് സ്വീപ്പ് ചെയ്യാണ്. അതൊരു ഓർഡർ ബ്ലോക്കായിട്ട് മാറുകയാണെങ്കിൽ അതിനെ മാർക്കറ്റ് എന്ത് ചെയ്യും, റെസ്പെക്റ്റ് ചെയ്ത് റിയാക്ഷൻ തരും എന്നുള്ളതാണ് പറയുന്നത്. അതായത് മാർക്കറ്റ് ഇവിടെ നിന്ന് നേരത്തെ നമ്മൾ പറഞ്ഞ സ്കീം പോലെ ഇവിടെ പോയിട്ട് തന്നെ അതിന് റിയാക്ട് ചെയ്യണം എന്നില്ല. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ IFSC ക്യാൻഡിൽ ഉണ്ടായതിന് ശേഷമേ നമുക്കത് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഇവിടെ ഇപ്പോൾ നമ്മൾ വരഞ്ഞത് പ്രകാരം ഈ ഒരു ക്യാൻഡിലിനെ മാർക്കറ്റ് സ്വീപ്പ് ചെയ്യാണ്. സ്വീപ്പ് ചെയ്തതിന് ശേഷം, അപ്പോൾ സ്വീപ്പ് ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാവുക, ഇവിടെ ഒരു SMT OB ഉണ്ട്, അതിനെ മാർക്കറ്റ് സ്വീപ്പ് ചെയ്തു. ഓക്കെ, അങ്ങനെ സ്വീപ്പ് ചെയ്തിട്ടുള്ള ഒരു ക്യാൻഡിൽ ഇവിടെ ഉണ്ടായി. അത് ഓർഡർ ബ്ലോക്കായി മാറി, അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടി അവിടെ നിന്ന്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ഓർഡർ ബ്ലോക്ക് പ്രകാരം നമുക്കൊരു ട്രേഡ് പ്ലാൻ ചെയ്യാം. അപ്പോൾ എങ്ങനെ ആയിരിക്കണം ഉണ്ടാകുന്നത്, ഇവിടെ വന്ന് ഫുൾ ബാക്കൊക്കെ തന്ന് ഇതിൽ പോയി തട്ടി ഇതും ക്രോസ് ചെയ്ത് മാർക്കറ്റ് പോയി ബോസ് ഉണ്ടാക്കി, വീണ്ടും ചിലപ്പോൾ പുൾ ബാക്ക് തന്ന് പോയി ഇതുപോലെ ഗ്രാബ് ചെയ്ത് ബോസ് ഉണ്ടാക്കിയിട്ടായിരിക്കും മാർക്കറ്റ് പോവുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഇങ്ങനെ ഒരു പ്ലാൻ ഇവിടെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ലെഗിൽ നിന്നോ ഈ ഒരു ലെഗിൽ നിന്ന് നമ്മൾ സെക്കൻഡ് പറഞ്ഞ ടേമിൽ ബോസ് ഉണ്ടാക്കിയതിന് ശേഷമുള്ള ലെഗിൽ നിന്നോ ഒക്കെ നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതൊക്കെ ഓരോരോ എൻട്രി മോഡലുകൾ ഓരോരോ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ലൈവിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ട് തന്നെ നമ്മൾ പഠിച്ചതിന് ശേഷമാണ് ഇതിലൊക്കെ കൺഫേം ആയിട്ടുള്ളൊരു ട്രേഡ് പ്ലാൻ ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ നോർമലി 0.2 നമ്മൾ നോർമലി 2% നമ്മൾ റിസ്ക് റിവാർഡ് നമ്മളെ എല്ലാ ട്രേഡിലും, അതായത് കൺഫേം ആയിട്ട് 100% നമുക്ക് ഉറപ്പുള്ള ട്രേഡിൽ നമ്മൾ യൂസ് ചെയ്യുക. അതായത് $10,000 ഒരു ഫണ്ടഡ് അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ $200. ഇനി അത് പേടിയാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് $100. അതിൻ്റെ താഴെ പോയിട്ട് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ടൈം എടുക്കും ഫണ്ട് അക്കൗണ്ട് പാസ്സാവാൻ. അതുകൊണ്ട് വെറുതെ അനാവശ്യ ട്രേഡുകളിൽ പോകുന്നതിനേക്കാൾ നല്ലത് 2% റിസ്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ല ട്രേഡുകൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നല്ലോ, അതുപോലത്തെ ട്രേഡുകളിൽ പോയിട്ട് നമ്മൾ എൻട്രി ചെയ്യുക. അതേ സ്ഥാനത്ത് 0.5 അല്ലെങ്കിൽ 0.2 നമ്മൾ നേരത്തെ പറഞ്ഞു $100 അതിന് ഡിവൈഡ് ചെയ്ത് $10. നിങ്ങൾക്ക് ഇങ്ങനെ ട്രേഡ് ചെയ്യാൻ ഒരു ത്വരയൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ളതൊക്കെ മാർക്ക് ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ ട്രേഡ് ട്രൈ ചെയ്യുക. അതിൽ വലിയ ഡോളേഴ്സ് ഒന്നും കൊണ്ടുപോയി ഇടരുത് ദയവ് ചെയ്ത്. കാരണം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ടൈം എടുക്കും. ഓക്കെ, നമ്മൾ വളരെയാണ്. അപ്പോൾ എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ള മെൻ്റൽ സ്ട്രെങ്ത്തും അത് മനസ്സിലാക്കാനുള്ള കഴിവും ഒക്കെ കിട്ടേണ്ടതുണ്ട്.
ഓക്കെ, അപ്പോൾ ഇതിനെ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, മാർക്കറ്റ് മൂവ് ചെയ്യും എന്നുള്ളതാണ് സിക്സ്ത് സ്റ്റേജ്, സിക്സ്ത് സ്കീം. ദെൻ ഇനി പറയേണ്ടത് സെവൻത്ത് സ്കീമാണ്. ഇവിടെ സംഭവിക്കുന്നത് ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഇവിടെ ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഇത്രയും കാലം നമ്മൾ സ്മാർട്ട് മണി ട്രാപ്പായിട്ടാണ് വെച്ചിരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇതൊരു സ്മാർട്ട് മണി ട്രാപ്പ് അല്ലാതാവുന്നതിൻ്റെ കാരണം ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഐഡിയമാണ്. ഓക്കെ, ഇതെല്ലാം നമ്മൾ സിക്സ്ത്തിൽ പറഞ്ഞ അതേ സംഗതികൾ തന്നെയാണ്. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫിഫ്ത്തിൽ പറഞ്ഞ അതേ സംഗതി തന്നെയാണ്. ഫിഫ്ത്തിൽ ഈ പറഞ്ഞ പോലെ ഓർഡർ ബ്ലോക്ക് ഉണ്ട്, അതിൻ്റെ മുമ്പ് ഐഡിയം ഇല്ല. എന്നാൽ ഇവിടെ എന്താ ഉണ്ടാക്കിയിരിക്കുന്നത്, മാർക്കറ്റ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നതിന് ശേഷം പുൾ ബാക്ക് തന്ന് വീണ്ടും മാർക്കറ്റ് താഴെ പോയി. ആ പുൾ ബാക്കിനെ മാർക്കറ്റ് വന്ന് എടുത്തപ്പോൾ ഐഡിയം ആയത് ലിക്വിഡിറ്റി ഗ്രാബ് നടന്നു. അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഈ ഓർഡർ ബ്ലോക്ക് SMT ഓർഡർ ബ്ലോക്ക് അല്ല, അത് സ്മാർട്ട് മണി ഓർഡർ ബ്ലോക്ക് അല്ല അത്. അപ്പോൾ നമ്മൾ സെവൻത്ത് സ്കീം പറഞ്ഞതുപോലെ സെവൻത്ത് സ്കീമിൽ മാർക്കറ്റ് നമ്മൾ ഒരു SMT ഓർഡർ ബ്ലോക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ വരഞ്ഞു പോയിരുന്നു, ഞാൻ വീണ്ടും ഇപ്പോൾ അത് മിസ്സായി പോയതാണ്. സോ ഇതുപോലെ മാർക്കറ്റ് അതിനെ ഒന്ന് IFSCയിൽ ടാപ്പ് ചെയ്ത് പോയതിന് ശേഷം, അല്ലാത്ത പക്ഷം മാർക്കറ്റ് ഈ ഒരു IDM ഉണ്ടാക്കിയതിന് ശേഷം ഈ SMT ഓർഡർ ബ്ലോക്കിനെ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ IDM ഉണ്ടായതുകൊണ്ടാണ് ഇത് എന്തായത്, സ്മാർട്ട് മണി ട്രാപ്പ് അല്ലാതായത്, നോട്ട് സ്മാർട്ട് മണി ട്രാപ്പ്. സോ മാർക്കറ്റ് ഈ ഒരു IDMന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, ഇതിനെ റെസ്പെക്റ്റ് ചെയ്തു, മാർക്കറ്റ് താഴത്തേക്ക് പോയി. നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നിന്നൊരു ട്രേഡ് പ്ലാൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇവിടെ IDM സംഭവിച്ചത് കൊണ്ടാണ് ഇത് വാലിഡ് ഓർഡർ ബ്ലോക്കായിട്ട് മാറിയത്. ക്ലിയർ? നെക്സ്റ്റ് ഇനിയുള്ളത് 8th ആണ്. സോ 8ാമത്തെ രീതിയിൽ പറയുന്നത്, നമ്മൾ നേരത്തെ മൂന്നാമത്തെ കേസിൽ പറഞ്ഞു നിർത്തിയതുപോലെ, അതായത് ഇവിടെ 4ാമത്തെ കേസിൽ പറഞ്ഞു നിർത്തിയതുപോലെ IFSC ക്യാൻഡിൽ സ്വീപ്പ് ചെയ്യുന്ന ഒരു സ്റ്റൈലാണ്. ഈ IFSC ക്യാൻഡിൽ ഈ POIയിൽ വന്ന് ടാപ്പ് ചെയ്തതിനെ വീണ്ടും വന്ന് സ്വീപ്പ് ചെയ്യാണ്. അതായത് IDM ഒരുപാട് ലോങ് ആണുള്ളത്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ മാർക്കറ്റ് എന്തുണ്ടാക്കി, ഈ സ്വീപ്പ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് നമ്മൾ പറഞ്ഞു ഇവിടെ ആ ഒരു കേസിൽ ഇവിടെ ഇതിൻ്റെ താഴെ മാർക്കറ്റ് പോയിരുന്നു. ഇവിടെ താഴെ മാർക്കറ്റ് പോകുമ്പോൾ എന്തായി, അത് ഓൾറെഡി IDM ആയി എന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ എന്തുണ്ടാക്കിയിട്ടില്ല, IDM ഉണ്ടാക്കിയിട്ടില്ല. ഇവിടെ IDM ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇതൊരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് മാർക്കറ്റിലുള്ളത് കൊണ്ട് തന്നെ മാർക്കറ്റ് ഇവിടെ നിന്നൊരു റിയാക്ഷൻ തന്നു. ഇതൊക്കെ കോമൺ സെൻസ് ആണ് നമുക്ക്. ഇവിടെയൊക്കെ ലിക്വിഡിറ്റി എങ്ങനെയാണ് മാർക്കറ്റ് ഗ്രാബ് ചെയ്യുന്നത് എന്നുള്ളതും അവിടെ എങ്ങനെ ആക്ട് ചെയ്യുന്നത് എന്നുള്ളതുമാണ് ഇവിടുത്തെ മെയിൻ കൺസേൺ. ഓക്കെ, നമ്മളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യം. അപ്പോൾ മാർക്കറ്റ് ഇവിടെ ഓൾറെഡി വന്നു, ഈ ഒരു ലിക്വിഡിറ്റിനെ ഗ്രാബ് ചെയ്തു, അതിനുശേഷം താഴത്തേക്ക് പോകുമ്പോൾ ഓർഡർ ബ്ലോക്കിനെ റെസ്പെക്റ്റ് ചെയ്തു. ശേഷം ഇവിടെ എന്ത് ചെയ്തു, ഇവിടെ മാർക്കറ്റ് ഒരു റിയാക്ഷൻ തന്നിട്ട് ആ റിയാക്ഷൻ തന്നതിൽ ഒരു OB ക്രിയേറ്റ് ചെയ്യുകയാണ്. അതായത് മാർക്കറ്റ് ഇതുവരെ പോയിട്ട് IFSC ക്യാൻഡിലിനെ ടാപ്പ് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഇതൊക്കെ ലെങ്തി ആയിരിക്കും എന്ന് മനസ്സിലാവണം. ചെറിയ ഏരിയകളിലല്ല ഇത് സംഭവിക്കുക. ലെങ്ത് ആയിട്ടുള്ള ഏരിയകൾ, വലിയ പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് നടന്നിട്ടുണ്ടെങ്കിലാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള ചാൻസ് മോസ്റ്റ്ലി കൂടുതലാവുക. അപ്പോൾ അങ്ങനെ മാർക്കറ്റ് ഇത് പറഞ്ഞതുപോലെ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ട് ആ ഓർഡർ ബ്ലോക്കിൽ നിന്ന് ഒരു റിജക്ഷൻ തന്ന്, ആ റിജക്ഷൻ തന്ന ഒരു ലെഗിൽ മാർക്കറ്റിന് എന്ത് വേണം, ഓർഡർ ബ്ലോക്ക് ഉണ്ടാവണം. മാർക്കറ്റ് വീണ്ടും എന്ത് ചെയ്യും, ഈ ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നതിന് ശേഷം ആ ഓർഡർ ബ്ലോക്കിനെ റെസ്പെക്റ്റ് ചെയ്ത് മാർക്കറ്റ് മൂവ് ചെയ്യും. ഓക്കെ, സോ അതാണ് ഇവിടെ സംഭവിക്കുക. സോ ഇത് 8th ആണ്. ഞാൻ നമ്മളുടെ ഓക്കെ 8th സംഭവിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. വീണ്ടും ഡിസ്പ്ലേ മാറ്റാൻ മറന്നുപോയതുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി. അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്ന പ്രകാരം മാർക്കറ്റ് ഇവിടെ നിന്ന് മൂവ് ചെയ്തതിന് ശേഷം IDM ആയത് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഇവിടെയാണ് കിടക്കുന്നത്. സോ മാർക്കറ്റ് ആ ടാപ്പ് തന്ന ലെഗിനെ വീണ്ടും സ്വീപ്പ് ചെയ്തു. അതൊരു IFSC ക്യാൻഡിലായിട്ട് മാർക്ക് ചെയ്യപ്പെട്ടു. താഴത്തേക്ക് വരുമ്പോൾ ഇവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടറിൻ്റെ പോയിൻ്റ്, അതായത് IDMൻ്റെ പോയിൻ്റ്, ലാസ്റ്റ് പുൾ ബാക്ക് മാർക്കറ്റ് ടാപ്പ് ചെയ്യുന്നതിന് മുമ്പ് അവിടെ ഒരു FEG ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു.
FEGയോട് കൂടിയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സോ ഇവിടെയൊക്കെ നല്ല ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടായിരിക്കും മാർക്കറ്റ് വീണ്ടും ടച്ച് തന്നിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഉള്ള ആ ക്യാൻഡലിനെ മാർക്കറ്റ് എന്ത് ചെയ്തു, റെസ്പെക്റ്റ് ചെയ്ത് മുകളിലേക്ക് പോയി വീണ്ടും താഴത്തേക്ക് മാർക്കറ്റ് വന്നു. ഇവിടെ വീണ്ടും ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഉണ്ടാക്കി. വീണ്ടും അല്ല, ഇതാണ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ മാർക്ക് ചെയ്യപ്പെടുക. ഓക്കെ, ആ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഉണ്ടാക്കിയ ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, അപ്പോഴും ഇതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ക്രിയേറ്റ് ചെയ്ത ഓർഡർ ബ്ലോക്കിനെ മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് താഴത്തേക്ക് മൂവ് ചെയ്തു. സോ ഈ ഓർഡർ ബ്ലോക്കിൽ നിന്ന് നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. ഇപ്പോൾ 8 തരത്തിലുള്ള ഒരു എൻട്രി മോഡൽസ് നമ്മൾ കണ്ടു. ഓക്കെ, ഈ 8 തരത്തിലുള്ള എൻട്രി മോഡൽസ് നമ്മളുടെ POIയിൽ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന രീതികളാണ്. ഓക്കെ, ഇത് നമുക്ക് നമ്മളുടെ ഡ്രൈവിൽ ഷെയർ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും അവിടെ പോയിട്ട് PDF കാണാം, ഡൗൺലോഡ് ചെയ്യാം, നോക്കാം, വരയാം, പഠിക്കാം. ഓക്കെ, നമ്മുടെ ലൈഫിൽ നമ്മൾ POIസിൽ ഇത് മാർക്ക് ചെയ്യുമ്പോൾ ഓരോന്നും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റട്ടെ. അപ്പോഴാണ് നമുക്കത് കറക്റ്റ് പഠിയുള്ളൂ. ഓരോരോ സാഹചര്യങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കും. ആ ഓരോ സാഹചര്യങ്ങളിലും എങ്ങനെ മാർക്കറ്റ് ആക്ട് ചെയ്യണമെന്നുള്ളത് പോകെ പതിയെ നമുക്കത് മനസ്സിലായി തുടങ്ങും. ഇന്ന സ്ഥലത്ത് ഇന്ന സ്കീമാണ് ഉണ്ടാവാൻ സാധ്യത കൂടുതൽ എന്ന്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് ഓരോരോ എൻട്രി മോഡൽസും നമ്മുടെ മൈൻഡിൽ കിട്ടും. ഈ സ്ട്രക്ചർ, ഈ എൻട്രി മോഡൽസിൻ്റെ സ്ട്രക്ചറുകൾ നമ്മൾ കൃത്യമായിട്ട് പഠിക്കാതെ ചാടിക്കേറിയിട്ടൊന്നും ചെയ്യേണ്ട. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ എൻട്രികൾ ട്രൈ ചെയ്യേണ്ട. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴും ട്രേഡ് ചെയ്യുന്നതിന് മുമ്പ് ഈ എൻട്രി മോഡലിൻ്റെ ഒരു PDF പ്രിൻ്റ് എടുക്കുക, അത് അടുത്ത് വയ്ക്കുക. എന്നിട്ട് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്, അതായത് ഏത് ടൈപ്പിലാണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത്, ഇതിനൊക്കെ ഇനിയും നമ്മൾ ഇൻഡെപ്ത് പറയാൻ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ കാരണങ്ങൾ നമ്മൾ പറയേണ്ടി വരും. എന്തുകൊണ്ടാണ് ഇവിടെ എങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് പറയേണ്ടി വരും. അപ്പോൾ അത് ഇനിയും ഒരുപാട് ലെങ്ത് ആവും വീഡിയോ. ഇപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് അബദ്ധം പറ്റിയിട്ട് വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടും ആയി പോയിട്ടുണ്ട്. ഞാനിതിരുന്ന് കട്ട് ചെയ്യണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് സങ്കടം. എനിക്ക് ഇനി ഇത് വീണ്ടും ചെയ്യാനും കഴിയുന്നില്ല. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെയൊക്കെ ലോജിക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഭാവിയിൽ ഇനിയും ഇൻഡെപ്തായിട്ട് പോകുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ലോജിക്കുകളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലെങ്കിൽ അതൊക്കെ അത്ര കണ്ട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്ന ഒരു സംഗതികളാണ്. നമ്മൾ പറഞ്ഞല്ലോ, ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇക്വിലിബ്രിയം മാർക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ ആ ഒരു ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്തോ നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാവുന്നതാണ്. അല്ലാത്ത പക്ഷം നമുക്കിതൊക്കെ ഇത് എത്ര കണ്ട് നിങ്ങൾക്ക് മനസ്സിലായി വരുന്നു അത്ര കണ്ടിട്ട് റിസ്ക് കുറച്ചിട്ട് നിങ്ങൾക്ക് വലിയ ട്രേഡുകൾ കിട്ടാൻ പ്രോബബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പോൾ SMC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അങ്ങനെയാണ്. അതുകൊണ്ടാണ് സ്നൈപ്പർ എൻട്രി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എൻട്രീസ് എടുക്കുന്ന സ്റ്റൈല് ഇങ്ങനത്തെ എൻട്രി മോഡലുകളാണ്. കാരണം അങ്ങനത്തെ സ്ഥലത്ത് മാർക്കറ്റ് ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ മാർക്കറ്റ് എന്ത് ചെയ്യും, അവിടെ നിന്ന് പറക്കും. ഓക്കെ, സോ അത് ഈ പാറ്റേൺ വെച്ചിട്ടാണ് അങ്ങനത്തെ ഉള്ള എൻട്രീസ് ക്യാച്ച് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ജേണി നേരുന്നു. സി യു. മാക്സിമം എന്ത് ചെയ്യുക, വീഡിയോസ് എല്ലാവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ആൾക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിവ് എന്ന് പറയുന്നത് അതാണല്ലോ, ഷെയർ ചെയ്യും തോറും കൂടും. അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ളവർക്ക് നമ്മളെ ഗ്രൂപ്പിലുള്ള ആൾക്കാർ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നവരോട് ഒരുപാട് നന്ദിയുണ്ട്. ഓക്കെ, അവരവരുടെ ടൈം അതിന് ഉപയോഗിക്കുന്നത് കൊണ്ട് അങ്ങനെയുള്ള ടൈം ഉപയോഗിക്കുന്ന ആൾക്കാരെ നമ്മളും തിരിച്ച് റെസ്പെക്റ്റ് ചെയ്യുക, ചോദ്യം ചോദിക്കുന്ന ആൾക്കാരെ റെസ്പെക്റ്റ് ചെയ്യുക. ഓക്കെ, ഇതൊരു ഗിവ് ആൻഡ് ടേക്കാണ്. നമ്മളിവിടെ പ്രത്യേകിച്ചൊരു ഇൻകം ജനറേറ്റ് ചെയ്യുന്ന രീതിയിൽ, നമ്മളിപ്പോൾ ഇൻകം ജനറേറ്റ് ചെയ്യാനാണ് നമ്മൾ പഠിക്കുന്നത്. ഇൻകം ജനറേറ്റ് ചെയ്ത് തരുന്ന ആൾക്കാരിൽ നിന്ന് നമുക്ക് ഇൻകം എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം ഇൻകം ജനറേറ്റ് ചെയ്യാം നമുക്ക്. കാരണം ഞാനിപ്പോൾ ഇവിടെ പഠിപ്പിക്കുന്ന കോഴ്സുകളൊന്നും ഒരു കാലത്തും ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ല, എനിക്ക് കിട്ടിയിട്ടില്ല. അറ്റ്ലീസ്റ്റ് ഒരു $3000 നിങ്ങളിതിനു വേണ്ടി സ്പെൻഡ് ചെയ്താൽ മാത്രമേ ഇത്രയും ഇൻഡെപ്തായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ കിട്ടുള്ളൂ. അപ്പോൾ എന്ന് നിങ്ങൾ 30 ലക്ഷം ഉണ്ടാക്കുന്നോ അന്ന് നിങ്ങൾ എനിക്ക് ആ $3000, അതായത് ഇന്ത്യൻ മണി 3 ലക്ഷം രൂപ ഷെയർ ചെയ്യാം. എൻ്റെ എന്താ പറയുക, വാട്സപ്പ് ചാനലിൽ നമുക്ക് ഭാവിയിൽ എല്ലാവരും പൈസക്കാരാകുമ്പോൾ എന്ത് ചെയ്യുക, നമ്മളുടെ ബൈനാൻസിൻ്റെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിലൊക്കെ ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കൊരു എന്താ പറയുക, നമ്മൾ ഉപകാരപ്പെടുന്നതിന് നിങ്ങൾ പേ ചെയ്തു എന്നുള്ള ഒരു സംതൃപ്തി നിങ്ങൾക്ക് വരും. എനിവേ, ഇപ്പം എല്ലാവരും പഠിക്കുക. ഓക്കെ, എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീണ്ടും സന്ധിക്കും വരയ്ക്കും. മൈ ഡിയർ സിഗ്നേച്ചർ ടീംസ്, മൈ ഡിയർ ഹീറോസ്, മൈ ലെജൻഡ്സ്.